സമയത്ത് കിട്ടാതെ പോയതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് കുറവുകൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് സുന്നി യുവജന സംഘത്തിന്റെ ഈ പ്രദേശത്തുള്ള നമ്മുടെ സലാഹുദ്ദീനും ശംസുദ്ദീനാജും ഒക്കെയുള്ള ഈ വിങ് എല്ലാ വർഷവും ഇതേപോലെയുള്ള ഒരു കൂടിച്ചേരൽ അവർ സംഘടിപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് തുടർ പഠനം ആഗ്രഹിക്കുന്ന, ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തലത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കുകയും പഠനം നടത്തുകയും ഇപ്പോഴും ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അബ്ദുൽ ലത്തീഫ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ക്ലാസ് എടുത്തു തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് സർവ്വവിധ ഭാവുകങ്ങൾ നേർന്ന് ഇതിന് നമുക്ക് ആശംസ എത്തിച്ചേരാനൊക്കെ നേരാൻ വേണ്ടി എത്തിച്ചേർന്ന ഫാദർ വിൻസെന്റിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടുകൂടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ കരിയർ ഗൈഡൻസിന് ഒരു ആശംസ നേരുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മുൻപിലിരിക്കുന്ന ശ്രേഷ്ഠ വിദ്യാർത്ഥികളെ, പഠനവേളകളിൽ തീർച്ചയായും ജീവിതത്തിന്റെ ഒരു വഴിക്കാഴ്ച കൊടുക്കുക, നേർക്കാഴ്ച കൊടുക്കുക നല്ലതാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ബൗദ്ധിക തലത്തിൽ ഒരു വഴികാട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു ബൗദ്ധിക തലത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുക. നിങ്ങൾക്ക് സുഖാണോ? അപ്പുറത്ത് സുഖാണോ നിങ്ങൾക്ക്? 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടോ? എത്ര പേര് കയ്യിൽ നിന്ന് പതക്കം ഉയർത്തിയാൽ മതി? +2? ഓക്കെ. ഇപ്പോ ഈ രണ്ടാമതിരിക്കുന്ന 3 കുട്ടികള് നിങ്ങൾക്ക് SSLC ആയ? ഇല്ല. ആയില്ലെങ്കിലും അതിനു മുമ്പ് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പേ, പ്രത്യേകിച്ച് 9th ക്ലാസ്സിലേക്ക് ഞാൻ പറയും, അടുത്ത വർഷം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സയൻസ് ആണ് എങ്കിൽ ഇപ്പോഴേ തൊട്ട് തുടങ്ങണം. എന്നാലാണ് പ്രത്യേകിച്ച് മാത്സ് പോലെ വിഷയങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ. ചിലർ പറയും ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് എന്താ കാര്യം, ഞങ്ങളുടെ ജീവിതം കട്ടപ്പുക എന്ന് പറയാറുണ്ട്. പക്ഷേ പുകയല്ല, അതെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വഴികൾ ലത്തീഫ് മസാറ് നമ്മളോട് പറഞ്ഞു തരും. വലിയ വലിയ ഉന്നതങ്ങളിലൊക്കെ എത്താൻ പറ്റും. ഇപ്പോൾ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കണക്ക് മാത്രം അതല്ല, അതിലൂടെ 100 കണക്കിന് വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുന്നുണ്ട്. അത്തരം ഒരു ധൈര്യം നൽകുവാനും ഒരു ശക്തി നൽകുവാനും ഇത്തരം കരിയർ ഗൈഡൻസുകൾക്ക് നമുക്ക് നല്ലതാണ്. ഇന്ന് ഒരു 3 വാക്കുകളാണ് അച്ഛൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഈ ക്ലാസ് നിങ്ങൾ സംബന്ധിക്കുമ്പോൾ അതിന് അറിയുക. അരിയിലല്ല, അറിയുക. അതിനുശേഷം ഈ ക്ലാസ്സിനാൽ നിങ്ങൾ നിറയുക. ഈ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പറയുക. അറിയുക, നിറയുക, പറയുക. ഒന്ന് പറഞ്ഞ ഒന്നാമത്തെ വാക്ക് ഏതാണ്? അയ്യോ, നിങ്ങൾ പറയുമ്പോൾ അരിയണ പോലെയായി. അരിയരുത്. ഒന്ന് പറഞ്ഞ ഒന്നാമത്തെ ഏതാണ്? അറിയുക. രണ്ടാമത്തെ നിറയുക. നിറയണം. ഫുഡ് അടിച്ച് നിറഞ്ഞാൽ പോരാ, ജ്ഞാനം കൊണ്ട് നിറയണം. ഒന്ന് പറഞ്ഞേ നിറയുക. മൂന്നാമത്തെ വാക്ക് ഏതാ? പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2, അറിയുക, നിറയുക, പറയുക എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന ആ വ്യക്തിയെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ അറിയണം. അതൊന്നാണ്. അത് നിറയണം. വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ പറയണം. അപ്പോൾ അതും കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ്. അറിയണം, നിറയണം, പറയണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഒരു 10 പേര് കേൾക്കുന്നതിൽ പറഞ്ഞു നോക്കിയാൽ 1 അറിയുക, 2 നിറയുക, 3 10 പേര് കേട്ടുള്ളൂ. ഒരു 25 പേര് കേൾക്കട്ടെ. ഒന്ന് പറഞ്ഞാൽ 1 അറിയുക, 2 നിറയുക, 3 25 പേര് കേട്ടുള്ളൂ. 50 പേര് കേൾക്കണം. അതിൽ സാറ് നമ്മളെ പഠിപ്പിച്ചോളും. ഓക്കെ. അപ്പൊ അയൽവക്കക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർ കേൾക്കണം. ഇങ്ങനെ ക്ലാസ് ഇവിടെ ഉള്ള കാര്യം. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ എത്ര അറിഞ്ഞാലും എത്ര നിറഞ്ഞാലും എത്ര പറഞ്ഞാലും
നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട്, അതിനു മുമ്പുള്ള പുഴുവിനെ കണ്ടിട്ടുണ്ട്. പുഴു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയും നല്ലതാണ് പൂമ്പാറ്റ, അല്ലേ? നിങ്ങൾക്ക് പുഴുവാകണോ പൂമ്പാറ്റയാകണോ? പുഴായാൽ മതി അല്ലേ? പുഴു എന്ന് പറഞ്ഞാൽ കാരി ഇരിക്കും, ഇലയൊക്കെ കടിച്ചിരിക്കും, നല്ല നല്ല ചെടിയൊക്കെ കട്ട് ചെയ്ത് കളയും. അത് മതിയോ? പിന്നെന്താ വേണ്ടേ? പൂമ്പാറ്റയാകണം. പുഴുവാകണോ പൂമ്പാറ്റയാകണോ? ഇപ്പോഴത്തെ കുട്ടി രണ്ടും കൂടി ആയാൽ മതിയോ? ഏതാകണം? പൂമ്പാറ്റ ആയാൽ മതി. അപ്പൊ പുഴുവാകണ ഒരു കൈ ഉയർത്തിയേ? ആരുമില്ല. പൂമ്പാറ്റയാകുന്ന കൈ ഉയർത്തിയേ? എല്ലാവർക്കും ആകണം. ഓക്കെ, ചില 2 കൈ ഉയർത്തി. ഓക്കെ, അപ്പൊ പുഴുവാകണോ പൂമ്പാറ്റയാകണോ? പൂമ്പാറ്റ. ഒന്ന് മറുപടി പറഞ്ഞ, പുഴുവാകണോ പൂമ്പാറ്റയാകണോ? പൂമ്പാറ്റ ആയാൽ മതി. നല്ല നിറത്തില് ചിറകൊക്കെ വീശി ഇങ്ങനെ പറന്ന് നടക്കണ്ടേ? അതെ. മൂന്നാമത്തെ ഒരു വാക്ക്, നിങ്ങൾക്ക് പ്രശസ്തരാകണോ വിശ്വസ്തരാകണോ? വിശ്വസ്തരായാൽ മതി. ഓക്കെ. വിശ്വസ്തത വന്നു കഴിഞ്ഞാൽ പ്രശസ്തി തന്നെ വന്നോളും. പ്രശസ്തി മാത്രമായാൽ വിശ്വസ്തത ഇല്ലെങ്കിൽ ആരും തിരിഞ്ഞോക്കൂല. അതുകൊണ്ട് അറിയുക, നിറയുക, പറയുക, പൂമ്പാറ്റയാകുക, പ്രശസ്തി ആകുന്നതിന് മുമ്പ് വിശ്വസ്തരാകുക. തീർച്ചയായിട്ടും കരിയർ, നമ്മുടെ ജീവിതം നേരായ വഴിയെ പോകാൻ ചെറിയ ഈ 3 വാക്കുകളും കുറച്ച് ഉപകാരപ്പെടും. ഒരു കോണിൽ വേറൊരുപാട് വാക്കുകളും ചിന്തകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ആകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. അച്ഛനെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട്, ഇന്ന് പെസഹ വ്യാഴമുള്ളത് കൊണ്ടും അച്ഛൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കരിയർ ഗൈഡൻസ് നേരത്തെ സാർ പറഞ്ഞതുപോലെ മറ്റു കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ഇനിയും കരിയർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കണം. കൂടുതൽ ജ്ഞാനം നേടണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വഴി നമുക്ക് തിരികുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 4 കവലയിൽ നിൽക്കുകയാണ്. വെള്ളാങ്കല്ലൂര നടു സെന്ററിൽ, അവിടെ സെന്ററിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണം? ചാലക്കുടിക്ക് പോകണോ? മതിലകത്തേക്ക് പോകണോ? ഈർഞ്ഞാടേക്ക് പോകണോ? കൊടുങ്ങല്ലൂർക്ക് പോകണോ? എവിടേക്ക് പോകണ്ടേ? ആവോ ആർക്കൊന്നും അറിയില്ല. അപ്പൊ കൊടുങ്ങല്ലൂർക്ക് പോകണമെങ്കിൽ പോകാം. ബസ് വരുന്നുണ്ട്. അതിനാണ് ലത്തീഫ് സാറ് വന്നിരിക്കുന്നത്. അപ്പോൾ എവിടേക്ക് പോകണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കലാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമാൻ ഉണ്ണി മാസ്റ്റർ സംസാരിക്കും. വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികളെ, ഗുരുവന്ദരെ, സംഘാടകരെ, എന്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളെ, 31 വർഷത്തോളം നിങ്ങളെപ്പോലത്തെ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. മാഷൊക്കെ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് ചേരണം, അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേരണം, ഡിഗ്രി കഴിഞ്ഞാൽ BEd ചേരണം. ഇതൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. കാലങ്ങൾ കൊണ്ട് മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, കോഴ്സുകൾ എല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളണം. ആ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നെ വേണം. ഈ സംഘടന പ്രഭാവനം ചെയ്യുന്ന, സംഘടിപ്പിച്ച ഈ ഒരു കാര്യം വലിയ കാര്യമാണ്. ചില ആളുകൾക്ക് മാഷെടുത്ത് വരും, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാഷെടുത്ത് വരും. പക്ഷെ മാഷ്ക്ക് പൂർണ്ണമായും അത് ഇന്നതിലേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് മാഷ്ക്കില്ല. അപ്പൊ ഇതേപോലുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സ് മുന്നോട്ട്, നമ്മുടെ ജീവിതം തന്നെ, വിദ്യാഭ്യാസം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നതൊരു സത്യാവസ്ഥയാണ്. സ്വാഗത സംഘത്തിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അത് ചെറിയതായിരുന്നു, കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം അത് കൂടി വന്നു. ഇത് വലിയൊരു സംരംഭമായി തീരട്ടെ എന്ന് മാഷ് ആശംസിക്കുകയാണ്, ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. കാരണം ഇതൊരു ദൈവ കാരുണ്യ പ്രവർത്തനമാണിത്.
ഭക്ഷണം കൊടുക്കുക, അല്ലെ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വൈദ്യസഹായം കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു സമൂഹത്തിലെ മൊത്തം അടുത്ത തലമുറയ്ക്ക് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. നിസ്സാര കാര്യമല്ല അത്. ഈ സംഘടന ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാം തന്നെ അല്ലെ സമൂഹത്തിൽ കുറെ പണം കൊടുത്ത് കുറെ വീട് വെച്ച് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. നമ്മളൊക്കെ തന്നെ വ്യക്തിത്വം ഒരുപാട് വലുതാകണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അവിടെ പണോ പദവിയോ കുടുംബമഹിമയോ ഒന്നും പറ്റില്ല. ഒരുപാട് ആളുകൾ സമൂഹത്തിൽ, ഞാൻ നീട്ടി പറയുന്നില്ല, എനിക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ ഉന്നതിയായി വന്ന ആളുകൾ എത്രയാണ് അല്ലേ? അവരൊക്കെ തന്നെ സമ്പത്ത് കൊണ്ടല്ല, വിദ്യ കൊണ്ടാണ് അവരൊക്കെ മുന്നോട്ട് വന്നത്. നിങ്ങളിരിക്കുന്ന മാഷും വിദ്യ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് വന്നത്. ഒരുപാട് വലിയ സാമ്പത്തിക കുടുംബത്തിൽ നിന്നും ജനിച്ച ആളല്ല. എന്റെ അച്ഛനും അമ്മയും വിദ്യയ്ക്ക് പ്രാധാന്യം നൽകി ഭക്ഷണം തരുന്നതിനേക്കാൾ ഉപരി വിദ്യ തന്നു എന്നതുകൊണ്ടാണ് മാഷ് ഉയർന്നു വന്നത്. അപ്പൊ നിങ്ങളും എല്ലാവരും നല്ല രീതിയിൽ വരുന്നു വരട്ടെ, വലുതായി വരട്ടെ, ആൽവൃക്ഷം പോലെ വളർന്ന് പന്തലിച്ച് സമൂഹത്തിന് ഗുണം നൽകട്ടെ എന്ന് മാഷ് ആശംസിക്കുകയാണ്. ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഈ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും പ്രത്യേക ആശംസകൾ, ഇത് സംഘടിപ്പിച്ചവർക്ക് അതിലുപരിയായി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വടക്കുംകര മഹൽ ജമാഅത്തിന്റെ ബഹുമാന്യനായ സെക്രട്ടറി അവരുടെ ക്ഷണിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഒരു ആശംസ പ്രസംഗമൊന്നും ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആദരണീയായ അബ്ദുൽ ലത്തീഫ് സാഹിബ് കുട്ടികൾക്ക് വേണ്ട ഹയർ സ്റ്റഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏത് വിഷയമെടുത്ത് പഠിക്കണം എന്നുള്ള സ്വയം ഇച്ഛാശക്തി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് നമ്മുടെ ഭാവി സ്റ്റഡിക്ക് ഒരു കാരണമായി തീരട്ടെ, ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു. ഇനി നമുക്ക് കാത്തിരിക്കുന്ന ഗൈഡൻസ് ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് അതിവെളുപ്പിന് തന്നെ പുറപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി എത്തിച്ചേർന്നത്. കൃത്യം 10 മണിക്ക് തന്നെ അദ്ദേഹം എത്തിയെങ്കിലും നമ്മളിവിടെ തയ്യാറായില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്രയും സമയം വൈകിപ്പോയത്. എന്തായാലും നാം പ്രതീക്ഷിച്ച ഉയർന്ന നിലവാരത്തിലുള്ള ആ ഗൈഡൻസ് ക്യാമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കാം. അസ്സലാമു ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഒന്ന് ചിരിച്ചു നോക്കിയേ. നമ്മൾ ബലം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മസിൽസ് ഉപയോഗിക്കണം. ശരിക്കും പഠിച്ചില്ലേ നിങ്ങളത്? ചിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ മസിലുകൾ മാത്രമേ ആവശ്യമുള്ളൂ. ജീവിതത്തിലും അങ്ങനെയാണ്. ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പണിയെടുക്കണം, ആകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് പണിയെടുത്താൽ മതി. ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പണിയെടുക്കണം, എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയെടുത്താൽ മതി. കേട്ടിട്ടുണ്ടോ അത്? ഇല്ല. അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? അല്ല. ഓക്കെ. നമ്മളൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്നിട്ട് വളരെ ആത്മാർത്ഥമായി ഇരുന്നിട്ട് നമ്മുടെ ലൈഫിനെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മതി ശരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ? മറ്റേത് നമ്മളൊന്ന് നേരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ കാലം നമ്മൾ എന്തെങ്കിലേക്കൊക്കെ പോകും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാകുക ഇത്രയും കാലം ചെയ്തൊന്നും ശരിയായിട്ടില്ല, എന്നിട്ട് വേറൊരു വഴിയിലേക്ക് പോകും.
അവിടെയും കുറെ വർക്ക് ചെയ്യും. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാകുക ഒന്നും ആയിട്ടില്ല. ഇത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി നേരെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നമ്മളൊരു അരമണിക്കൂർ നമുക്ക് വേണ്ടി ഇരുന്നിട്ട് ലൈഫ് നന്നാക്കാനല്ലേ. ഓക്കെ, ഗുഡ്. ഇതില് +2 കഴിഞ്ഞിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? ഇതില് ഒരാളാണ്, 2 പേരുണ്ട്. ഏതാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്? ബയോളജി, സയൻസ്. മാത്സ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. സെയിം. നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് അല്ല? ഓക്കെ. ഇതിലാരുമില്ല? +2 കഴിഞ്ഞ ആൾക്കാരില്ല? ഉണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞേ ഉള്ളൂ. ഡിഗ്രി ചെയ്യുന്നുണ്ടോ? ITC. +2 കഴിഞ്ഞിട്ട് ITCയിലേക്ക് പോയി. ഓഹോ. +2 ഏതാ ഗ്രൂപ്പ് എടുത്തത്? കൊമേഴ്സ് എടുത്തു. ITCയിലേക്ക് പോയി. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് വർഷമാണ് +2 കഴിഞ്ഞത്? 2011 കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഇതില്? 1 2 3. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞ്. ഇനി കഴിഞ്ഞു. CBSE-കാർ എത്ര പേരുണ്ടായിരുന്നു? CBSE ഒരാളാണുള്ളത് അല്ലെ? ബോർഡ് എക്സാം ആണോ എഴുതിയിട്ടുള്ളത്? ബോർഡ് എക്സാം ആണ് എഴുതിയത്. ഗുഡ്. 9th ഉണ്ടോ? 9th ഇപ്പൊ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ ആൾക്കാർ ഇല്ല. 8ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ ആൾക്കാർ ഉണ്ട്. എത്ര പേരുണ്ട്? നിങ്ങളാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും യങ്ങസ്റ്റ് പീപ്പിൾ അല്ലേ? ഇവർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാൻ തോന്നുന്നുണ്ട്. കാരണം 8ാം ക്ലാസ്സിൽ തന്നെ ഒരു കരിയർ പ്ലാനിംഗ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ശരിക്കും ഉപകാരം ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളിവിടെ വന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് എത്തിയിട്ടുള്ളത്. എത്താത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു വലിയ ഗ്രൂപ്പിൽ പോയിട്ട് പങ്കെടുത്ത് എനർജി ഉണ്ടാക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണോ? അല്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 130 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇന്ന് കാലത്ത് ഇവിടെ എത്തിയത്. ഇതിന് വേണ്ടിയിട്ട് കാലത്ത് 10 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുത്തിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോ പക്ഷെ ഞാൻ ഒരാളുള്ളൂന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഒരാൾക്ക് ഗൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ടിപ്സ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തത് എന്റെ എഫേർട്ടൊക്കെ വർത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ വരാത്ത ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അല്ലേ? സ്വർണ്ണോ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആകുക എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ എന്തെങ്കിലും ആകുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു കാറ് വാങ്ങണം എന്നുള്ളതാണോ? നല്ലൊരു വീട് വെക്കണം എന്നുള്ളതാണോ? അങ്ങനെയൊക്കെയാണോ? അല്ല. പിന്നെ എന്താണ് നമ്മൾ എന്തെങ്കിലും ആയിത്തീരുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് പറയാട്ടോ. ഇവിടെ ശരിയും തെറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് ഇവിടെ നമ്മൾ ആൻസറിന് ഗ്രേഡ് കൊടുക്കലോ മാർക്കുകളൊന്നുമില്ല. എന്തും പറയാം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുക? ജീവിതത്തിൽ എന്തെങ്കിലും ആകാന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു നല്ല കരിയറിലേക്ക് നമ്മൾ എത്തുക അല്ലേ? നല്ലൊരു ജോലിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതല്ലേ? സ്വർണ്ണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഏതാ? നല്ലത് എന്നുള്ളൊരു സംഗതി ലോകത്തൊക്കെ ഉണ്ടല്ലേ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ കുറെ പൈസയൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, സപ്ലയർ എടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാന്ന് പറയോ? ഇല്ല. നമ്മൾ മെനു ചോദിക്കില്ലേ? അല്ലെങ്കിൽ എന്താണ് കഴിക്കാനുള്ളതെന്ന് ചോദിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടം തോന്നുന്ന, ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന സാധനമേ നമ്മൾ പറയുള്ളൂ അല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ കാണിച്ചു തരുന്ന ആദ്യത്തെ ഷർട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ചുരിദാർ നമ്മൾ എടുത്തിട്ട് പോരുമോ? ഇല്ല. നമ്മൾ കുറെ നേരം സെലക്ട് ചെയ്യും. ഫസ്റ്റ് കണ്ട തന്നെ നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു എന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും അതിനേക്കാൾ നല്ലതുണ്ടോ എന്നുള്ളത് നമ്മൾ വീണ്ടും നിന്ന് നോക്കും. ശരിയല്ലേ? ആണ്. അപ്പൊ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഏതാ? ഏറ്റവും ബെസ്റ്റ് കരിയർ നിങ്ങളുടെ അഭിപ്രായത്തിൽ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. പറഞ്ഞ പ്രൈസ് ഒന്നുമില്ല. ഇനിയിപ്പോ പ്രൈസ് കിട്ടി എന്താ ചെയ്യാന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ? ഇരുന്ന് പറഞ്ഞാൽ മതി. ഇരുന്ന് പറഞ്ഞാൽ മതി. ഏതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ? സിവിൽ സർവീസ് ഒരു ആൻസർ അവിടെ വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? IPS, അതും സിവിൽ സർവീസിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ജോലിയാണ്. ഓക്കെ, ലാസ്റ്റ് വന്നൊരാളുണ്ട് അല്ലേ? ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ? ഡോക്ടർ അല്ലെ? ആളുകളുടെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വേണം.
ഡോക്ടർ നല്ലൊരു കരിയറാണ്. ഏതാണ് നല്ല കരിയർ? സോഷ്യൽ വർക്കാണ്, സാമൂഹിക സേവനം അല്ലേ? അതാണ് നല്ല കരിയർ. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ നിങ്ങളോടൊരു ക്രൂരത കാണിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ ചായ റെഡിയാണ്, സ്നാക്സ് റെഡിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞേക്കാണ്. അപ്പോ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തില് ലോകത്തെ എല്ലാ കരിയറും ബെസ്റ്റാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കരിയറും നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കില്ല, ബെസ്റ്റ് ആയിരിക്കില്ല. എന്റെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ ഒരു നല്ലൊരു മുറിവൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജസ്റ്റ് ഒന്ന് നോക്കും, വേഗം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഞാൻ എന്റെ ചെറുപ്പം മുതൽ ശരിക്കും ഞാൻ കാണുന്ന ഒരു ഡോക്ടറാണ്. ഒരു സ്കൂളിലെ ടീച്ചർ ഇവിടെ ഉണ്ട്, HM ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ ഒന്ന് കൈവക്കാൻ പറ്റുമോ? ടീച്ചറാണ് അല്ലേ? ഓക്കെ. അപ്പോ ആ ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ, മുറിവ് പറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. കൂടുതൽ രക്തം കണ്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തലചുറ്റും. ഈസ് ഹി എ ഗുഡ് ഡോക്ടർ? അല്ല. പക്ഷെ മെഡിക്കൽ സയൻസിലെ നോളജ് കംപ്ലീറ്റ് ഉണ്ട്, ഇല്ലേ? നോളജ് ഇല്ലാതെ MBBS കിട്ടുമോ? കിട്ടില്ല. ഒരു ടീച്ചർ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുണ്ട്, കെമിസ്ട്രി എടുക്കുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർക്ക് നല്ല നോളജ് ഉണ്ട് കെമിസ്ട്രിയിൽ. പക്ഷെ ഒരു ക്ലാസ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 കുട്ടികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ടീച്ചറുടെ ആ നോളജ് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ജോബ് ഏതാന്നുള്ളത് അന്വേഷിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ജോബ്. അടുത്ത വീട്ടിലൊരാൾ വേണമെന്നുണ്ടെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചു, അവൻ ഗൾഫിൽ പോയി, നല്ല ശമ്പളം കിട്ടിയപ്പോൾ നമ്മുടെ പേരൻസ് പറയും, നീ എന്ത് ചെയ്താൽ മതി, ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചാൽ മതി, ഇല്ലേ? നമുക്ക് അതേപോലെ ശമ്പളം കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ല. അതൊക്കെ അപ്പുറത്തെ ഒരാൾ ബിടെക്കിന് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പേരൻസ് എന്ത് പറയും? ബിടെക്കിന് പോയാൽ മതി. അല്ലെങ്കിൽ പേരൻസ് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യും. നമ്മൾ പറയും, എനിക്കത് വേണ്ട, ഞാൻ മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്നില്ല, ഞാൻ പോകുന്നത് മെഡിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പോൾ ശരിക്കും കരിയർ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കരിയറിനെയാണ്. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കും, ഈ സ്ഥാനത്തെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ കരിയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മുടെ മണി, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റാവുന്ന മണി, അല്ലേ? അത് എന്തിനാശ്രയിച്ചിട്ടാണ്? നമ്മുടെ ജോലിയെ ആശ്രയിച്ചിട്ടാണ്, അല്ലേ? നമ്മൾ വെക്കുന്ന വീട് എന്തിനാശ്രയിച്ചിട്ടാണ്? നമ്മുടെ കരിയറിനെ ആശ്രയിച്ചിട്ടാണ്. നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നല്ല വീട് വെക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ ശരിക്കും എല്ലാ ലൈഫും ശരിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ജോലിയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന വീടുകളൊക്കെ നമ്മൾ നോക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ വാഹനം നിർത്തുന്നിട്ട് നമ്മൾ നോക്കും. ചിലപ്പോൾ ആ വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലേ? കുറെ എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. നല്ലൊരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ദിവസങ്ങൾ എടുക്കും. എന്നിട്ടാണ് നമ്മളൊരു വീട് വെക്കുന്നത്. കല്യാണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ആലോചിക്കും, അല്ലേ? ഒരുപാട് ആലോചിക്കില്ലേ? ആലോചിക്കും. നമ്മള് ചെക്കനാണെന്നുണ്ടെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ഒക്കെ ആലോചിക്കും. നല്ല ആളാണോ, അവരുടെ ഫാമിലി എങ്ങനെയുണ്ട്, എല്ലാം ആലോചിക്കും, അല്ലേ? പക്ഷെ ഇതിനെല്ലാം കാര്യമായിട്ട് സ്വാധീനിക്കുന്ന നമ്മുടെ കരിയറിനെ കുറിച്ചിട്ട് സാധാരണ ആരും പ്ലാൻ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ല ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സർവേ, ഞാൻ ഇപ്പോൾ അടുത്തൊരു സർവേയുടെ റിപ്പോർട്ട് കണ്ടു. ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ 90% ആൾക്കാരും ഒരു സന്തോഷമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സന്തോഷമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ലോകത്തെ 90%. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ഇതൊന്നും ഇങ്ങനെ വീക്ഷിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ട്രെയിനിൽ എങ്ങോട്ടെങ്കിലും പോകേണ്ടതുണ്ട്. നിങ്ങൾ ട്രെയിനിന്റെ ടിക്കറ്റ് തരുന്ന ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ടിക്കറ്റിന് പൈസ കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു ഒരു 5 രൂപ ചേഞ്ച് വേണം. നിങ്ങൾ പോക്കറ്റ് മുഴുവൻ തപ്പി 5 രൂപ ചേഞ്ച് ഇല്ല. അയാൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ ഇല്ലേ? ഒരു 99% ആൾക്കാരും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവർ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ 5 രൂപ ഉണ്ടാവണമെന്ന് വല്ല നിയമമുണ്ടോ? കറക്റ്റ് പൈസ കൊണ്ട് മാത്രമാണ് റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് നിയമത്തിലുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി ആലോചിക്കാൻ വേണ്ടത്. പക്ഷേ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വളരെ ചിരിച്ച്
കാമായിട്ട് എന്ത് ചെയ്യും, അതിനെ ഹാൻഡിൽ ചെയ്യും. അല്ലാത്ത ആളുകളൊക്കെ ദേഷ്യപ്പെടും ഇല്ലേ? അവർ സത്യത്തിൽ ഗവൺമെന്റ് എന്തിനാണ് അവരെ പൈസ കൊടുത്തിരുത്തിയിട്ടുള്ളത്? വരുന്ന ആളുകൾക്ക് മാന്യമായിട്ട് ടിക്കറ്റ് കൊടുക്കാനാണ്. ഇത് പലർക്കും അറിയില്ല. നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാന്യമായിട്ടുള്ളൊരു പരിഗണന കിട്ടണമെന്നൊരു താല്പര്യമില്ല. വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ മേ ബി 2-3 ചെയർ കിടക്കുന്നുണ്ടാകും. ഒന്ന് ഇരിക്കാൻ വേണ്ടി പറയാനുള്ള ഒരു സന്മനസ് പോലും കാണിക്കില്ല. പക്ഷെ നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടു കൂടി ആ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ട് ആ കരിയറിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ നമ്മളെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഒരു ഘടകമുണ്ട്. അത് ആപ്റ്റിറ്റ്യൂഡാണ്, അഭിരുചി. എന്താ അഭിരുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ പൊട്ടൻഷ്യലിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്ന് പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലാക്കുക? അഭിരുചി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അഭിരുചി മനസ്സിലാക്കുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. എത്ര സമയം നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്? ഞാനൊരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഏകദേശം ഒരു 1.25 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഞാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്റെ കണ്ടന്റ് അതിനനുസരിച്ച് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര സമയം നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്? ധൈര്യമായിട്ട് പറഞ്ഞോ. കഴിയുന്നത് വരെ എന്ന് പറയുന്നത് എന്നെ കുഴക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ഇവിടുന്ന് പോകണ്ടേ? ആൻസർ എനിക്ക് ഇവിടുന്ന് പോകണം. തിരിച്ച് വേറെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം, പിന്നെ കോഴിക്കോട് തിരിച്ചെത്തേണ്ടതുണ്ട്. എന്തായാലും ഒരു 1.5 മണിക്കൂർ മാക്സിമം എല്ലാം അവസാനിപ്പിക്കാം. കുറച്ച് ഫാസ്റ്റ് ആകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കാം. അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എങ്ങനെ? നമുക്ക് കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാകുമോ? ഇല്ല. നമ്മുടെ പേരൻസിന്റെ കയ്യിൽ ചോദിച്ചാൽ മനസ്സിലാകുമോ? മനസ്സിലായില്ലേ? പേരൻസിന്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലായില്ലേ? യെസ് ഓർ നോ? ഓ എന്നുള്ളൊരു ആൻസർ കോഴിക്കോട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ ശരി മനസ്സിലാവും എന്നുള്ളൊരു അർത്ഥമാണ്. വേറെ തെക്ക് ഭാഗത്തേക്കൊക്കെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാത്തതിന്റെ ഫലമായിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു സൂചകമാണത്. കേരളത്തിൽ തന്നെ ഒരു സൗണ്ടിന് പല അർത്ഥങ്ങളാണുള്ളത്. ഓ എന്നുള്ളൊരു ആൻസർ പറയാൻ പാടില്ല. മനസ്സിലാവോ? യെസ് ഓർ നോ? മനസ്സിലായില്ല. ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫ്രണ്ടിന്റെ കയ്യിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ലേ? പറ്റില്ല. ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്ന സൈക്കോമെട്രിക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. കേരളത്തിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ SIET.org എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാനിയും പുസ്തകമൊക്കെ തന്നിട്ടില്ലേ? ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാട്ടോ. അപ്പോ SIET.org എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപയുടെ DD എടുക്കുക, ആ നമ്പറൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം അവർ തരാറുണ്ട്. അല്ലെങ്കിൽ കോഴിക്കോട് ഒരു സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവര് മാനുവലായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവരുടെ ടെസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എന്റെ ഒരു ഫീലിംഗ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെ പോയിട്ട് തിരിച്ചറിയാം. ഏറ്റവും പ്രഥമമായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. രണ്ടാമത് പരിഗണിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യം. താല്പര്യമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? താല്പര്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം കൃത്യമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഈ താല്പര്യം ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ ചിലപ്പോൾ ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ഉദാഹരണത്തിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു, +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഇയാൾക്ക് ഒരു ടെക്നിക്കൽ ഏരിയയിലേക്ക് പോവുകയാണ്. ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ് ഇയാൾക്കുള്ളത്. എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ ITI പോലെയുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ള ഒരു ആൻസർ കിട്ടി. ഇയാൾക്ക് ഇഷ്ടം മാനേജ്മെന്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. താല്പര്യം എന്തിനാണ്? മാനേജ്മെന്റ് പഠിക്കാനാണ്. അപ്പൊ താല്പര്യത്തിനനുസരിച്ച് മാനേജ്മെന്റ് പഠിക്കണോ, ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് എഞ്ചിനീയറിംഗിന് പോകണോ? ഏതായിരിക്കും നല്ലത്? ഉറക്കെ പറ. ശരിക്കും പോകേണ്ടത് ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചാണ്. പക്ഷെ നിങ്ങളുടെ താല്പര്യം വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആപ്റ്റിറ്റ്യൂഡ് മാറ്റി വെച്ചിട്ട് താല്പര്യത്തിനനുസരിച്ച് പോകാം. പക്ഷെ താല്പര്യം സ്ട്രോങ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ ഇത് സ്ട്രോങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം? ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? പറഞ്ഞോ. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചപ്പാത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയത് എത്ര വർഷം ഉണ്ടാവും?
കുറെ ഉണ്ട് അല്ലേ? ചപ്പാത്തി ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് ഏതാണ്ടായിരുന്നു ഇഷ്ടം? എല്ലാതും ഇഷ്ടമാണ്. നമ്മൾ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചൊന്നും നമ്മൾ നോക്കുക. ഒരുപക്ഷെ നൂഡിൽസ് നല്ല ഇഷ്ടമുള്ള ഒരാളുണ്ടായിരിക്കും. അയാൾ നൂഡിൽസ് ആണ് ലോകത്തെ ഏറ്റവും നല്ല ഫുഡ് എന്നൊക്കെ വിചാരിച്ച് എവിടെ പോയിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് മാത്രം കഴിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു നല്ല ഒരു വിരുന്നിന് അദ്ദേഹത്തെ വിളിച്ചു. അവിടെ പോയപ്പോൾ അമേരിക്കൻ ചോപ്സി ഉണ്ട്. അപ്പൊ അമേരിക്കൻ ചോപ്സി കഴിച്ചു. അപ്പൊ തോന്നി നൂഡിൽസിനേക്കാൾ ബെസ്റ്റ് ഇതാണല്ലോ എന്ന് തോന്നി. അയാളുടെ താല്പര്യം എന്ത് ചെയ്യും? മാറും. താല്പര്യം ഇതുപോലെയാണ്. നമുക്ക് പുതിയൊരു അറിവ് കിട്ടുന്ന സമയത്ത്, എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ താല്പര്യത്തിൽ എന്ത് ചെയ്യും? കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഡ്രസ്സിന്റെ ഒരു ഹാബിറ്റ് അത് നോക്കിയാൽ മതി. പണ്ടുണ്ടായിരുന്ന അതേ ഇഷ്ടങ്ങളാണോ ഇപ്പോൾ ഡ്രസ്സിനോട് നമുക്ക് ഉണ്ടാകുക? അല്ല, താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കരിയറിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു താല്പര്യം, പിറ്റത്തെ മാസം വേറൊരു താല്പര്യം, ഇത് പറ്റില്ല. അപ്പം താല്പര്യം സ്ട്രോങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കരിയറിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഡോക്ടറാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡോക്ടറായി രോഗികളെ ചികിത്സിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു താല്പര്യം തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ആ ഡോക്ടറുടെ ഡ്യൂട്ടി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സർജനാണ് നിങ്ങളാകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റായി ചികിത്സിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടി വരും. അതിനൊക്കെ നിങ്ങൾ തയ്യാറാണോ, അതിനൊക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആ ഫീൽഡിലേക്ക് പോകേണ്ടതുള്ളൂ. ക്ലിയർ? അപ്പോൾ താല്പര്യം എന്നുള്ളത് നമ്മളൊരു പ്രൊഫഷനെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള താല്പര്യമായിരിക്കണം. അല്ലാതെ എന്റെ കൂടെ 10 വരെ അല്ലെങ്കിൽ +2 വരെ പഠിച്ച കൂട്ടുകാരൻ അവൻ കോമേഴ്സിനാണ് പോകണം, എന്നാൽ ഞാനും കോമേഴ്സിന് പോകാം, അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. പേരന്റ്സ് കമ്പൽ ചെയ്യുന്നതുകൊണ്ട് പോകുന്നതും ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. നിങ്ങൾ +2 ചെക്ക് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും നിങ്ങൾ 90 വയസ്സായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അതിലൊരിക്കലും മാറ്റം വരില്ല. താല്പര്യത്തിൽ എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരാം. മൂന്നാമതായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ സ്കില്ലാണ്. നമുക്ക് പല കഴിവുകൾ ഉണ്ടാവില്ലേ? നമ്മൾ ജന്മനായുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും, അതിനുശേഷം നമ്മൾ നേടിയെടുത്തിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഒരാൾ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ഒരാളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അയാൾക്കുണ്ട്. ഒരു ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അയാളുടെ മുമ്പിലുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മുടെ സ്കില്ല് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കരിയർ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നാലാമതായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പാണ്. നിങ്ങൾ ഏത് തരം പേഴ്സണാലിറ്റിയുടെ ഓണർ ആണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ? വെള്ളത്തിന്റെ ബോട്ടിൽ നടക്കും. എത്ര തരം പേഴ്സണാലിറ്റി ഉണ്ട് ലോകത്ത്? കുറെ ഉണ്ടല്ലേ? എല്ലാ ആൾക്കാർക്കും എല്ലാതും ആകാൻ വേണ്ടി പറ്റില്ല. എല്ലാ ആൾക്കാർക്കും എല്ലാതും ആകാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ല. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആരെടുത്തും സംസാരിക്കില്ല, അങ്ങനെ നാണം കുടുങ്ങിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാൾക്കൊരു നല്ല മാനേജർ ആകാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല അല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് പറ്റുന്ന ജോബാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ നമ്മുടെ പേഴ്സണാലിറ്റി തിരിച്ചറിയാൻ പറ്റുക? എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ റെഡിയാണോ? ആക്ടിവിറ്റി ആയിട്ട് സഹകരിക്കാൻ എന്റെ അടുത്ത് പേരൻസിന്റെ കയ്യിലല്ല ചോദ്യം, സ്റ്റുഡൻസിന്റെ കയ്യിലാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയല്ലേ? ഉറപ്പല്ലേ? നീ മാറില്ലല്ലോ? ഇല്ല. ഓക്കെ, ഗുഡ്. അപ്പോ ഒരു ബോട്ടിൽ വെള്ളം ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പാസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ആളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വീണ്ടും പാസ് ചെയ്യണം, ഇവിടേക്ക് പാസ് ചെയ്യണം. നിങ്ങൾ നീച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊടുക്കുക. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കില്ല. ഇത് പാസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ സ്റ്റോപ്പ് എന്ന് പറയും. അപ്പൊ ആരുടെ കയ്യിലാണോ ആ ബോട്ടിലുള്ളത് അവരെഴുന്നേറ്റ് വന്നിട്ട് ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇനി മാറാൻ പറ്റില്ല. അപ്പോ വളരെ ധൈര്യസമേതം, ഇനി ആർക്കെങ്കിലും വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് തുറക്കാൻ കുടിക്കുകയൊക്കെ ചെയ്യാട്ടോ, പ്രയാസമല്ല. അപ്പോ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ബോട്ടിൽ എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ആരായിലാണുള്ളത്? പ്ലീസ് കം. ആ ബോട്ടിൽ എടുത്തോട്ടോ. പാടാൻ റെഡിയല്ലേ? എന്താ പേരെന്താ ഉള്ളേ? അനസ്. പാടാൻ റെഡിയല്ലേ? റെഡിയല്ല? ഓക്കെ, അനസ് ഇരുന്നു. നമുക്കിപ്പോ എന്തായാലും പാടാൻ സമയമല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇതൊരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇത് ചില ആളുകളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ബോംബൊക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലേ? അല്ലേ? ശരിയല്ലേ?
പക്ഷെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. പാടാറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് വളരെ കൂളായിട്ട് വന്നു, ഒരു മടിയും കാണിച്ചില്ല, എനിക്ക് പാടാറിയില്ല എന്ന് പറഞ്ഞു. ലോകത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ പാടാൻ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ? നടക്കില്ല, ഇല്ലേ? അപ്പോ നമ്മുടെ പേഴ്സണാലിറ്റി തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ജോബ് നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. അഞ്ചാമതായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ വാല്യൂസ് ആണ്. വാല്യൂസ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാള് എയർ ഹോസ്റ്റസ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് എയർ ഹോസ്റ്റസ് ആകാൻ കഴിഞ്ഞോളണം നിർബന്ധമല്ല. നമുക്കറിയാം എയർ ഹോസ്റ്റസിന്റെ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് ഒരു 90% ഫ്ലൈറ്റിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഡ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നൊരു നിർബന്ധമല്ല. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും തിരിച്ച് വേറൊരു കോഴ്സിലേക്ക് വരിക എന്ന് പറയുന്നത് ഒന്ന് പൈസ നഷ്ടമാണ്, രണ്ട് സമയനഷ്ടമാണ്, അല്ലേ? പിന്നെ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ. അപ്പൊ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. നെക്സ്റ്റ് നിങ്ങൾ പരിഗണിക്കേണ്ടത് മണിയാണ്, പൈസ. പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എന്താ വേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ട്? പൈസ അല്ല ശരിക്കും വേണ്ടത്, ബുദ്ധി ഉണ്ടായാൽ മതി, ഒരു മനസ്സും. പക്ഷെ പൈസയും എന്താണ്? ഒരു ഘടകമാണ്, അല്ലേ? ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ട്. ഓക്കെ, എന്താ ഇയാളുടെ പേരെന്താ? അമ്ന. അമ്ന, ഡോക്ടറാകാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടി വരും? അറിയില്ല. ഓക്കെ, എന്നാ അമ്നെ ഒന്ന് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഡോക്ടറാകാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടി വരും? ഒന്നും വേണ്ട, പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇയാളുടെ അടുത്തേക്ക് ചെന്നാൽ മതിട്ടോ, പൈസ അല്ലാതെ ഡോക്ടറാക്കി തരും. ഗവൺമെന്റ് കോളേജിൽ കിട്ടിയാലും നമുക്കൊരു 5-6 ലക്ഷം രൂപയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ക്ലിയർ? ഇനി ഗവൺമെന്റ് കോളേജിലൊന്നും കിട്ടിയില്ല, മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ എത്ര ലക്ഷം വേണ്ടി വരും? ടീച്ചർ 1 കോടി എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ 1 കോടി വേണ്ടി വരും. ഞാൻ 2 വർഷം മുമ്പ് ഒരു പേരന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോന്റെ മെഡിക്കൽ റാങ്ക് ഇത്രയാണ് സാർ, എനിക്ക് അവന് എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ? അപ്പൊ ആ റാങ്ക് അനുസരിച്ച് എവിടെയും സീറ്റ് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് സീറ്റാണ് നിങ്ങൾക്ക് കിട്ടുക, എത്ര ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും എന്നാണ് ആ പേരന്റ് എന്നോട് ചോദിച്ചത്. അന്നത്തെ ഒരു മാർക്കറ്റ് 70 ലക്ഷം രൂപയൊക്കെയാണ് ഒരു മാനേജ്മെന്റ് സീറ്റിൽ MBBS കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ 70 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. എവിടെയാണ് സാർ ജോയിൻ ചെയ്യാൻ പറ്റുകയെന്നാണ്. 70 ലക്ഷം രൂപ കൊടുക്കാൻ ആര് തയ്യാറുണ്ടായിരുന്ന? ആ പാരന്റ് എവിടെയാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ മോനെ കൂട്ടിയിട്ട് എന്റെ അടുത്തേക്കൊന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും 70 ലക്ഷം രൂപ കൊടുത്തിട്ട് മകനെ പഠിപ്പിക്കരുത്. നമ്മളെങ്ങാനും വല്ല അസുഖം പിടിച്ചിട്ട് ചെന്നുണ്ടെങ്കിൽ, വല്ല പനിയായിട്ട് ചെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ കിഡ്നി എടുത്തിട്ട് വിൽക്കും, അല്ലേ? 70 ലക്ഷം രൂപ മുതലാകണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, നിങ്ങൾ 70 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഒരു 1-2 ലക്ഷം രൂപയും കൂടി കൊടുത്തിട്ട് ഒരു വർഷം നന്നായിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം. അവന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ പ്രിപ്പയർ ചെയ്യട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ ആ ഫീൽഡിലേക്ക് പോയാൽ മതിയല്ലോ. പക്ഷെ അവർ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്തു. 1 വർഷം നന്നായിട്ട് എൻട്രൻസിന് വേണ്ടിയിട്ട് അവൻ പ്രിപ്പയർ ചെയ്തു. പിറ്റത്തെ വർഷം അവന് നല്ല റാങ്കോട് കൂടിയിട്ട് ഗവൺമെന്റ് സീറ്റിൽ കിട്ടി. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ ആ 1 വർഷം കൊണ്ട് 70 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഡോക്ടറായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? ഇപ്പോ നമുക്ക് പൈസ ഇല്ല, 5 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാം എന്നാ സാധ്യത ഉണ്ടോ? അറിയില്ല. 70 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കോ? എന്തായാലും ചെയ്യില്ല, അല്ലേ? ഓക്കെ, 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പഠിപ്പിക്കോ എന്ന് ചോദിച്ചു നോക്കുക. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒന്നും കൂടി നന്നായിട്ട് പഠിക്കുക. അപ്പൊ നേരത്തെ ഇയാൾ പറഞ്ഞതുപോലെ പൈസ ഇല്ലാതെ MBBS പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇന്ത്യയിലുണ്ട്. ക്ലിയർ? ഒരു പൈസയും വേണ്ട, നിങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, പുസ്തകത്തിന് പൈസ വേണ്ട, യൂണിഫോമിന് പൈസ വേണ്ട, ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആണ്, നല്ല ഫുഡ് കിട്ടും, അതും ഫ്രീ ആണ്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരിലേക്ക് ആ കോളേജിൽ നിന്നുള്ള ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ലോക്കൽ ടിക്കറ്റ് അല്ല, AC ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളിട്ട യൂണിഫോം കഴുകാൻ വേണ്ടിയിട്ട് വരെ അലവൻസ് നിങ്ങൾക്ക് തന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല 10 മെഡിക്കൽ കോളേജുകളിലൊന്നാണത്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് ഉണ്ട് പൂനെയിൽ, AFMC എന്നുള്ള പേരിൽ. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈസയൊന്നും വേണ്ട. പക്ഷെ വളരെ ടഫായിട്ടുള്ള എൻട്രൻസ് എക്സാമും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് കിട്ടുക. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ +2 കൊടുക്കുന്ന ട്യൂഷൻ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന MBBS പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് കഴിയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. ഒരാള് ചില കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ ഹയർ സ്റ്റഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ല ജോബ് കിട്ടുക. ഒരു ഉദാഹരണത്തിന്, എനിക്കൊരു ഹാർട്ട് പെയിൻ വന്നു എന്ന് വിചാരിക്കുക. എന്റെ ഹാർട്ടിനൊരു പെയിൻ വന്നു.
എന്റെ 2 വീട് അപ്പുറത്ത് ഒരു MBBS കാരനുണ്ട്, ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കാർഡിയോളജിസ്റ്റും ഉണ്ട്, നെഞ്ചുരോഗ വിദഗ്ധനുണ്ട്. ഞാൻ 2 വീട് അപ്പുറത്തുള്ള MBBS കാരനെ കാണോ, 4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണോ? കാർഡിയോളജിസ്റ്റിനെ പോയി കാണൂല്ലേ? ഇനി 40 കിലോമീറ്റർ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ പോയിട്ട് കാണുള്ളൂ? കാർഡിയോളജിസ്റ്റിനെ പോയിട്ടാ കാണുള്ളൂ അല്ലെ? ഒരാൾ MBBS എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ടത് ഈ ഫീൽഡിൽ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം? സ്പെഷ്യലൈസേഷൻ വേണം. സ്പെഷ്യലൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ MSO MDO എടുക്കണമെന്നുണ്ടെങ്കിൽ MBBSന് ശേഷം വീണ്ടും എൻട്രൻസ് എഴുതണം, വീണ്ടും 3 വർഷം പഠിക്കണം. ക്ലിയർ? അപ്പോ അതിനുള്ള പൈസയും കൂടി ഉണ്ടാവുമോ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമോ, അതിന് പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ. ഇതുപോലെ ഓരോ ജോബിനും അതിന്റേതായുള്ള ഹയർ സ്റ്റഡി ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഇതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിലാണ് ആ തരത്തിലുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ പരിഗണിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ടൈമാണ്, സമയം. 2 തരത്തിൽ വേണമെങ്കിൽ ഇതിനെ പറയാം. ഒന്ന്, നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു സമയം. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 10% താഴെയാണ് CA പാസ് പെർസെന്റേജ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിന്റെ പാസ് പെർസെന്റേജ് 10% താഴെയാണ്. 100 ആള് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 10 ആൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷം വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ, പഠിക്കാനും സമയമില്ല, 5 വർഷം കാത്തിക്കാനും സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ കോഴ്സിലേക്ക് പോകരുത്. എത്ര വർഷം കൊണ്ട് നമ്മുടെ പഠനം പൂർത്തിയാക്കണം എന്നുള്ളത് നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള കോഴ്സിലേക്ക് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി നമ്മുടെ മുമ്പിൽ എന്തെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ കുറെ കോഴ്സിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. കാരണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ചുരുങ്ങിയത് സമയം വേണം. അതേപോലെ ഒരാൾ ഇപ്പോൾ ബയോളജിയെ കുറിച്ചിട്ട് അറിയാനായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. ഞാൻ ബയോളജി പറയുന്നത് വരെയും അയാൾ ഇങ്ങനെ എന്റെ സംസാരം കേട്ട് ബോറടിച്ചിരിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അത് ക്ലിയർ ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുമ്പേ വേണമെങ്കിൽ ചായ ഇപ്പൊ കുടിക്കാം. ചായ വേണ്ടേ? വേണ്ട? എന്തായാലും ചായ റെഡിയാണ്, സമൂസയുണ്ട്. അപ്പോ അത് കുടിച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വീണ്ടും തുടങ്ങാം. ഇവിടെ സെർവ് ചെയ്യാണോ ചെയ്യുന്നത്? ഇവിടെ സെർവ് ചെയ്യണം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ ഇടയിൽ ചായ കുടിച്ചാൽ മതി. ചായ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ചായ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? ചായ ഇഷ്ടമുള്ള ആൾക്കാർ 1 2 3 ഏകദേശം ആൾക്കാരൊക്കെ ചായ ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ? ഓക്കെ, ചായ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബുണ്ട്. ആ ജോബ് എന്താണെന്നറിയോ? ചായ കുടിക്കുക എന്നുള്ളതാണ് ജോബ്. ചായ കുടിക്കുന്നതിന് നിങ്ങൾക്ക് കമ്പനി പൈസ തരും. ഇഷ്ടപ്പെട്ടോ? ജോബ് ഇഷ്ടപ്പെട്ടോ? ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു അല്ലേ? അപ്പൊ ടീ ടേസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഉണ്ട്, ടീ ടേസ്റ്റർ. ഈ പ്രൊഫഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണി എന്താണെന്നറിയോ? ചായ കുടിക്കുക, ആ ചായയുടെ ക്വാളിറ്റി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതിന് മാസം ഒരു 15,000 മുതൽ 40,000 രൂപ വരെ ശമ്പളം നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നമുക്കറിയാം ചായ കമ്പനികൾ എവിടെയുള്ളത്? കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളിലായിരിക്കും ഈ തേയിലത്തോട്ടങ്ങളും അതിന്റെ കമ്പനികളൊക്കെ ഉണ്ടാകുക അല്ലേ? അപ്പൊ നല്ല രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നല്ല കൃത്യമായിട്ടുള്ള ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഈ ജോബിന് പോകേണ്ട ആൾക്കാർക്ക് വേണം. അല്ലാതെ ചായ കുടിച്ചിട്ട് അത് സൂക്ഷിച്ചിങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റത്തെ മാസം കമ്പനി പിടിച്ച് പുറത്താക്കും. ഓക്കെ, അപ്പൊ ടീ ടേസ്റ്റർ എന്ന് പറയുന്ന ജോബുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞെന്ന് മാത്രം. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ വെള്ളാങ്കല്ലൂർ ജംഗ്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞു. വളരെ കറക്റ്റ് ആണ്. പക്ഷെ ആ ജംഗ്ഷനിലെ റോഡുകളുടെ എണ്ണം കുറച്ചും കൂടി കൂടും ശരിക്കും. ഒന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് +2 ആണ്. +2 എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇതില് ഓരോ ഗ്രൂപ്പിലും ഉപഗ്രൂപ്പുകളുണ്ട്. ഇപ്പോ സയൻസിലെ എത്ര ഉപഗ്രൂപ്പ് ഉണ്ട്? നമ്പർ സയൻസിൽ എത്ര ഉപഗ്രൂപ്പ് ഉണ്ട്? 7 ഉപഗ്രൂപ്പുകൾ എന്തിലുണ്ട്? സയൻസിലുണ്ട്. ക്ലിയർ? മാത്സ് ഉള്ള സയൻസ് ഉണ്ട്, മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്, ബയോളജി ഉള്ള സയൻസ് ഉണ്ട്, ഇല്ലാത്തതുണ്ട്, സൈക്കോളജി ഉള്ള സയൻസ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 7 കോമ്പിനേഷനുകൾ എവിടെ ഉണ്ട്? സയൻസിലുണ്ട്. ഇപ്പൊ ഒരാള്
ഡോക്ടറാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരേത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? സയൻസ്, ബയോളജിയുള്ള സയൻസ് തിരഞ്ഞെടുക്കണം. ഞാൻ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പാരന്റ് എന്നോട് എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ മോൻ +2 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ MBBS പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ട് MBBS പഠിപ്പിക്കണോ, ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞയക്കണോ, പിന്നെ വേറെ ഏതോ രാജ്യം കൂടിയും പറഞ്ഞു, ഏതാ രാജ്യം ഞാൻ ഓർക്കുന്നില്ല. അപ്പോ വേണ്ട അപ്പോ ഏത് രാജ്യത്തേക്ക് പറഞ്ഞിട്ട് MBBS എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ആൻസറൊക്കെ കൊടുത്തതിന് ശേഷം വെറുതെ എന്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഏതൊക്കെയാണ് പഠിക്കുന്നത് ചോദിച്ചു. +2 സയൻസ് ആണ്, ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കുന്നത് ചോദിച്ചു. അയാൾ ഫോൺ ചെയ്തു, മോനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ബയോളജി ഉണ്ടായിരുന്നില്ല. മെഡിസിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ, അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ +2 നിർബന്ധമായിട്ട് എന്ത് പഠിക്കണം? ബയോളജി പഠിക്കണം. ഓസ്ട്രേലിയക്ക് വിടണോ ഇന്ത്യക്ക് വിടണോ എന്നൊക്കെ ഉള്ളത് ആൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ബയോളജി പഠിപ്പിക്കണം എന്നുള്ളത് മാത്രം ആ പാവത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? മാത്സ് പഠിക്കണം. ക്ലിയർ? ഇനി കൺഫ്യൂസ്ഡ് ആണ്, ഏതിലേക്ക് പോകണം തീരുമാനിച്ചില്ലെങ്കിൽ ബയോളജിയും മാത്സും ഉള്ള സയൻസ് ഗ്രൂപ്പ് നിങ്ങൾ എടുക്കുക. എന്നാൽ ലോകത്തെ ഏത് മേഖലയിലേക്കും നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് സയൻസിൽ ബയോളജിയും മാത്സും എടുക്കുന്ന ആളുകളുടെ മുമ്പിലാണ്. ക്ലിയർ? അപ്പൊ ഇനി എല്ലാവരും അതന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ട് നമുക്ക് ഏത് ഗ്രൂപ്പിലേക്കും വേണമെങ്കിലും പോകാം. ക്ലിയർ? അപ്പോൾ സാധ്യതകൾ പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ഇവരുടെ മുമ്പിലാണ് ഉള്ളത്. ഇപ്പൊ 7 കോമ്പിനേഷൻസ് ഏതിലുണ്ട്? സയൻസിൽ ഉണ്ട്. കോമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കോമ്പിനേഷൻ സയൻസിലുണ്ട്. മാത്സിലുള്ള കോമേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളതുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളതുണ്ട്. ഇനി നിങ്ങൾ IT ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു BCA അല്ലെങ്കിൽ BSc ഒക്കെ എടുക്കണം. BTech അല്ല ഞാൻ പറയുന്നത്, ശരിക്കും മനസ്സിലാക്കണം. BScയോ BCA ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ മാത്സോ നിങ്ങൾ പഠിച്ചാൽ മതി. സയൻസ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ആർക്കിടെക്ട് മേഖലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? എല്ലാവരും മനസ്സിലാക്കുക സയൻസ് എന്നായിരിക്കും. പക്ഷെ സയൻസ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാത്സ് +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറെ അധികം ആർക്കിടെക്ചർ കോളേജുകളിൽ നിങ്ങൾക്ക് കയറാം. നാറ്റ എന്ന് പറയുന്ന ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൊമേഴ്സിലും 4 കോമ്പിനേഷൻ ഉണ്ട്. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും? ഹ്യൂമാനിറ്റീസിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടെന്നറിയോ? 32 കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസിൽ ഉണ്ടായിരുന്നു. അതിപ്പോ 34 എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിന്റെ കൃത്യം ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത്രയും അധികം കോമ്പിനേഷൻസ് എവിടെ ഉണ്ട്? ഹ്യൂമാനിറ്റീസിലുണ്ട്. ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ +2 ഒരു ഓപ്ഷനാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ITC അല്ല, ITI ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാം. ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ 10 തോറ്റോർക്ക് പഠിക്കാനുള്ള കോഴ്സുകളുണ്ട്, 10ാം ക്ലാസ് ജയിച്ച ആൾക്കാർക്ക് പഠിക്കാനുള്ള കോഴ്സുകളുണ്ട്, +2 ജയിച്ച ആൾക്കാർക്ക് പഠിക്കാനുള്ള വിവിധ വ്യത്യസ്ത കാലയളവിലുള്ള 1 വർഷത്തെയും 2 വർഷത്തെയും 3 വർഷത്തെയൊക്കെ കോഴ്സുകൾ, 6 മാസത്തെയൊക്കെ കോഴ്സുകൾ ITIയിലുണ്ട്. അതിനുശേഷമുള്ള ഹയർ സ്റ്റഡി ഓപ്ഷൻ കാര്യമായിട്ടില്ല. നിങ്ങൾ SCVTയുടെയോ അല്ലെങ്കിൽ NCVTയുടെയോ അഫിലിയേഷൻ ഉള്ള ITIയിലാണ് നിങ്ങൾ ITI സെലക്ട് ചെയ്യുന്ന ആൾക്കാർ പോയിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? SCVT അല്ലെങ്കിൽ NCVT സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന 10 കഴിഞ്ഞിട്ട് പോകാൻ പറ്റാവുന്ന വേറൊരു ഏരിയയാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഗവൺമെന്റിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ 1 വർഷത്തെ 6 മാസത്തെയൊക്കെ കോഴ്സുകളുണ്ട്. ഇതിനൊന്നും ഹയർ സ്റ്റഡി ഇല്ല. അവിടെ ഹോസ്പിറ്റാലിറ്റി സർവീസ്, അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്ന കുക്കറി കോഴ്സുകൾ, പിന്നെ ബേക്കറിയിലേക്കുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ കോഴ്സ്. ഒരാൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എടുത്തിട്ട് പോകാമെന്നുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. തൊഴിലധിഷ്ഠിത +2 അല്ലേ? ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അത്രയും കോമ്പിനേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഒരു ഉദാഹരണത്തിന് സയൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബയോളജി ഉള്ള സയൻസോ അല്ലെങ്കിൽ മാത്സ് ഉള്ള സയൻസോ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എഞ്ചിനീയറിംഗിലേക്കാണോ മെഡിസിനിലേക്കാണോ എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ VHECയിൽ പോയിട്ട് സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓപ്ഷൻസ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. പകരം ഒരു തൊഴിലധിഷ്ഠിത സബ്ജക്ട് അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില VHECയുടെ ചില കോഴ്സുകൾ, ചില വൊക്കേഷണൽ സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ITIയുടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന്റെ ഒരു ഗുണം PSC എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും ITI ആണ് വേണ്ടത്. നിങ്ങൾ VHSCയിൽ ആ സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ITI പഠിക്കാതെ
അതിലേക്ക് PSCക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് പോളി ഡിപ്ലോമകളാണ്. 3 വർഷത്തെ പോളി. പലരും +2 കഴിഞ്ഞതിന് ശേഷം പോളിയിലേക്കൊക്കെ പോകുന്നത് കാണാറുണ്ട്. ശരിക്കും +2 കഴിഞ്ഞിട്ടല്ല നിങ്ങൾ പോളി പഠിക്കേണ്ടത്. +2 കഴിഞ്ഞിട്ട് പോളിയിലേക്ക് പോകണ്ട. ശരിക്കും ഏറ്റവും നല്ലത് എന്താണ്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോവാണ്. ആ ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ +2 പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ 2 വർഷം കളയേണ്ട ആവശ്യം ശരിക്കില്ല. വൊക്കേഷണൽ ഫീൽഡ് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. 50% മാർക്ക് കമ്പൾസറിയാണ്. ധാരാളം സ്ട്രീമുകൾ പോളിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോളി 3 വർഷമാണ്. അവിടേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം. പ്രൈവറ്റ് ആയിട്ടോ ഗവൺമെന്റ് പോളികളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പോളിയുടെ ഹയർ സ്റ്റഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ബിടെക് ആണ്. നിങ്ങൾ പഠിച്ച ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ബിടെക്കിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. സാധാരണ ബിടെക് എത്ര വർഷമാണ്? 4 വർഷം. പോളി കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ലെറ്റ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം എന്ത് ചെയ്താൽ മതി? ബിടെക് പഠിച്ചാൽ മതി. നേരിട്ട് 3rd സെമ്മിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു. ഹയർ സെക്കൻഡറിയിൽ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ മോനെ പോളി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിണ്ടിഗലിലോ തമിഴ്നാട്ടിലെ ഏതൊരു സ്ഥലത്തേക്ക് വിടുകയാണ്. 2 വർഷത്തെ പോളിയാണ്. അതിനുശേഷം ബിടെക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബിടെക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ പക്ഷേ അധ്യാപകൻ പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറ്റുമെന്നാണോ പറയുന്നതെന്ന്. അപ്പൊ വീണ്ടും ആള് കൺഫ്യൂസ്ഡ് ആണ്. ഒരു അധ്യാപകനാണ്, ആളടക്കം അതിൽ എന്ത് ചെയ്യാണ്? കൺഫ്യൂസ്ഡ് ആണ്. ഗവൺമെന്റ് കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? കേരള ഗവൺമെന്റ് പറയുന്നുണ്ട് ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ പോളി തന്നെ പഠിക്കണം എന്ന് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ഓർഡർ കാണിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നത്? അത് വിശ്വസിക്കുന്നത്. അപ്പൊ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഹയർ സ്റ്റഡിക്ക് കേരളം തന്നെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഓരോന്നും ആലോചിച്ച് അല്ലെങ്കിൽ അറിയുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ പോളി 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിലേക്ക് പോവാം. ഇത്രയും അവസരങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ഉണ്ട്. ഇതിൽ ആർക്കെങ്കിലും വല്ല കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. +2 സയൻസ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊക്കെ പറയുന്നത് കേൾക്കാറ് 2 ഓപ്ഷനാണ് അല്ലേ? ഏതൊക്കെ ഓപ്ഷനാണ് കേൾക്കാറ്? പറഞ്ഞു കേൾക്കാറ്. ഞാൻ കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ട് പറയാം. നിങ്ങൾ മേ ബി കേൾക്കാത്ത ചില കോഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ലാത്ത ചില കോഴ്സുകളെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ +2 സയൻസ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചൂസ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഡിഗ്രി ഓക്കെ, എൻട്രൻസ് എഴുതാം. ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. ഇതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതിന്റെ അപ്പുറത്ത് കുറെ ഓപ്ഷൻസ് സയൻസ് ഫീൽഡിൽ ഉണ്ട്. അപ്പൊ സയൻസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം. മെഡിക്കൽ ഫീൽഡിൽ MBBS എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ആയുർവേദം നിങ്ങൾക്ക് പഠിക്കാം, സിദ്ധ നിങ്ങൾക്ക് പഠിക്കാം, യുനാനി നിങ്ങൾക്ക് പഠിക്കാം, നാച്ചുറോപ്പതി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഹോമിയോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും ഏരിയയിൽ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇനി അതല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആകാം. ക്ലിയർ? അപ്പൊ ഇനി പഠിക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പം വെറ്റിനറി ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ അതിലേക്ക് പോകരുത്. കാരണം മനുഷ്യനെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് മനുഷ്യന്റെ സ്ട്രക്ചർ പഠിച്ചാൽ മതി. വെറ്റിനറി ആണെന്നുണ്ടെങ്കിലോ പൂച്ചയെക്കുറിച്ചും പഠിക്കണം, കാക്കയെക്കുറിച്ചും പഠിക്കണം, ആനയെക്കുറിച്ചും പഠിക്കണം, ഒക്കെ പഠിക്കണമല്ലേ? അപ്പൊ അവിടെ കുറച്ചും കൂടി ടഫ് ആകാനായിരിക്കും സാധ്യത. പക്ഷെ പ്രശ്നമൊന്നുമില്ല. ചികിത്സിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാലും മൃഗങ്ങൾ വന്ന് കംപ്ലൈന്റ് പറയാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് പറ്റും. MBBS അലോപ്പതി പഠിക്കാം, ആയുർവേദം പഠിക്കാം, ഹോമിയോ പഠിക്കാം, യുനാനി പഠിക്കാം, സിദ്ധ പഠിക്കാം, നാച്ചുറോപ്പതി ഒക്കെ പഠിക്കാം. ഈ സിദ്ധി നാച്ചുറോപ്പതി ഒന്നും പഠിക്കാൻ കേരളത്തിൽ വലിയ അവസരങ്ങളൊന്നും ഇല്ല, പുറത്തു പോകേണ്ടി വരും. ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അവസരങ്ങളുണ്ട്. ഓക്കെ. ഇനി ഇത് കൂടാതെ വേറെയും ധാരാളം ഓപ്ഷൻസ്, പെട്ടെന്ന് ജോലി കിട്ടുന്ന ധാരാളം അവസരങ്ങൾ മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ എങ്ങനെ നമ്മളെ ചികിത്സിക്കുക? ആദ്യം എന്താ ചെയ്യുക? ആദ്യം സ്റ്റെതസ്കോപ്പ് എടുക്കും, പരിശോധിക്കും, വിവരങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം എടുത്ത് പേരെഴുതുന്ന ആരും പറയണ്ട. സ്റ്റെതസ്കോപ്പ് എടുക്കും, പരിശോധിക്കും അല്ലേ? ഈ സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാരാ? ഡോക്ടർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. അവിടെ ഒരു തൊഴിൽ സാധ്യത ഉണ്ട്. ഈ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന ആൾക്കാരാണ്. ക്ലിയർ? ഒന്നാമത് നമ്മളെ ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അത് എഞ്ചിനീയറിംഗിന്റെ മേഖലയാണ് ശരിക്കും. ക്ലിയർ?
അതിനുശേഷം ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ പോകും. അവിടെ MBBS കഴിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണോ ലാബിൽ ഉണ്ടാകുക? അല്ല. ആരായിരിക്കുന്നുണ്ടാകുക? ലാബ് ടെക്നീഷ്യൻ ഉണ്ടാവും. അപ്പോൾ അവിടെ MLT കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ ലാബ് ടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതിൽ ഡിപ്ലോമ ഉണ്ട്, ഡിഗ്രിയൊക്കെ നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഒന്ന് കയ്യ് പൊട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കേണ്ടി വരും അല്ലേ. ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇതിനൊക്കെ ഇതിന്റേതായിട്ടുള്ള ടെക്നോളജികളുണ്ട്. ചിലപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ICUയിൽ ഇവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ അവഗാഹമുള്ള ആൾക്കാർ വേണം. ഇങ്ങനെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ഏരിയകളിൽ ധാരാളം അവസരങ്ങളുണ്ട്. അതിനെ നമ്മൾ ഒറ്റ പേരിലാണ് സാധാരണ പറയാറ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയും. പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇതിൽ നമുക്ക് +2 സയൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ബയോളജി പഠിക്കണം എന്നുള്ളത് മിക്ക കോഴ്സുകൾക്കും നിർബന്ധമാണ്. ബയോളജി പഠിച്ചിട്ടുണ്ടെങ്കിലേ പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഗവൺമെന്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ LBS സെന്ററുകളുണ്ട്. LBS സെന്റർ വഴി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കണം. ഏകദേശം എൻട്രൻസിന്റെ റിസൾട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സമയത്തായിരിക്കും LBS സെന്റർ വഴി അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക. ഇനി അതിന്റെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രൻസ് എഴുതുന്ന ആൾക്കാരും LBS സെന്റർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലിക്കേഷൻ കൊടുത്തിടാം. അഥവാ എൻട്രൻസ് കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാം. അതിലെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ ഒന്ന് നഴ്സിംഗ് ആണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വലിയ ശമ്പളത്തിലൊന്നും ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. നല്ല ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല നോളജൊക്കെ നമുക്കുണ്ടെങ്കിൽ നല്ല നമ്മൾ പറയുന്ന സാലറി കിട്ടും. പക്ഷെ വിദേശത്ത് നഴ്സിംഗിന് നല്ല സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലാണ് കൂടുതൽ സാധ്യതകൾ. ഗൾഫിലൊക്കെ അവരെന്നെ അവിടുത്തെ ആളുകൾ തന്നെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷെ എന്നാലും കഴിവുള്ള ആൾക്കാർക്ക് ലോകത്ത് എവിടെയും എന്തുണ്ടായിരിക്കും, സാധ്യതകൾ ഉണ്ടായിരിക്കും. നഴ്സിംഗിൽ തന്നെ ധാരാളം കോഴ്സുകളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് BSc നഴ്സിംഗോ അല്ലെങ്കിൽ GNM ANM എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ കോഴ്സുകളൊക്കെ ചെയ്യാം. അതിൽ ഏറ്റവും നല്ലത് എപ്പോഴും BSc നഴ്സിംഗ് ആയിരിക്കും. അതിനുശേഷം MSc നഴ്സിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഹയർ സ്റ്റഡി സാധ്യതകൾ ആ ഒരു ഏരിയയിലുണ്ട്. ഏകദേശം MBBS സിലബസിന്റെ ഒരു 60-70% നഴ്സിംഗിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരാൾ നഴ്സിംഗിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വേറൊരു ഏരിയ എന്ന് പറയുന്നത് ഫാർമസി ആണ്. ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്തു, ലാബ് ടെസ്റ്റ് ചെയ്തു, അതിനുശേഷം മരുന്ന് തരും അല്ലേ. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ടേ? ആരാ മരുന്നുണ്ടാക്കുക? ഫാർമസിസ്റ്റ് ആണോ മരുന്നുണ്ടാക്കുന്നത്? അല്ല. ആരായിരിക്കും മരുന്നുണ്ടാക്കുക? ക്ലിനിക്കൽ റിസർച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് മെഡിസിനൊക്കെ ചെയ്യുന്നത്. ക്ലിനിക്കൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ ഒരു ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBBS കഴിഞ്ഞിട്ടും വേണമെന്നുണ്ടെങ്കിൽ പോകാം. അല്ലെങ്കിൽ B.Pharm M.Pharm ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിനിക്കൽ റിസർച്ചിലേക്ക് പോകാം. ധാരാളം മെഡിക്കൽ കമ്പനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫീൽഡ് വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള വ്യക്തി ആരാണ്? ഒരാഴ്ചക്കുള്ളിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള വ്യക്തി ആരാണ്? അംബാനിയാണോ? അംബാനി ആയിരുന്നു, മുകേഷ് അംബാനി ആയിരുന്നു. ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ടല്ലേ മുകേഷ് അംബാനിയുടെ കീഴിൽ. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള വ്യക്തി സൺ ഫാർമ എന്ന് പറയുന്ന മെഡിക്കൽ കമ്പനിയുടെ ഉടമയാണ്. ഒരു 14 വർഷത്തിന്റെ ഉള്ളിൽ അയാളുടെ ആസ്തി അംബാനിയുടെ ആസ്തിനേക്കാൾ കൂടി. ഇത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ആ കമ്പനി വളർന്നു എന്നുള്ളത് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡ്, മരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് അത്രയും വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് ഇന്ത്യയിൽ തന്നെ ധാരാളം സാധ്യതകളുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിലെ ആളുകളുടെ ഒക്കെ പേര് എഴുതി ഡീറ്റെയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പേരിനേക്കാൾ കൂടുതൽ രോഗങ്ങൾ അവരുടെ പേരിന്റെ നേരെ എഴുതിയേക്കേണ്ടി വരില്ലേ? അപ്പൊ അത്രയും ഭീകരമായിട്ട് അസുഖങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. B.Pharm M.Pharm കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ MBBSന് ശേഷവും നിങ്ങൾക്ക് ക്ലിനിക്കൽ റിസർച്ചിലേക്ക് പോകാം. ഇനി അതല്ലെങ്കിൽ തന്നെ ഫാർമസി ഫീൽഡിൽ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് മരുന്നെടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഫാർമസിസ്റ്റ് വേണമല്ലേ. അവിടെയും നല്ല സാധ്യതകളാണുള്ളത്. പെൺകുട്ടികൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന ജോലികളാണ്. അതിൽ B.Pharm എന്ന് പറയുന്ന കോഴ്സുണ്ട്, D.Pharm എന്ന് പറയുന്ന കോഴ്സുണ്ട്, M.Pharm എന്ന് പറയുന്ന കോഴ്സുണ്ട്. D.Pharm ഡിപ്ലോമയാണ്, B.Pharm ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ്, M.Pharm അതിന്റെ മാസ്റ്റർ ഡിഗ്രിയാണ്. ഇത് കൂടാതെ പുതുതായിട്ട് PharmD എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി ഉണ്ട്, ഡോക്ടർ ഓഫ് ഫാർമസി. 6 വർഷത്തെ കോഴ്സാണ് ശരിക്കും. അത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സായിരിക്കും PharmD എന്ന് പറയുന്നത്. അതിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പാരാമെഡിക്കൽ കോഴ്സിൽ ഫിസിയോതെറാപ്പി ഉണ്ട് അല്ലേ. ഫിസിയോതെറാപ്പിയെ കുറിച്ച് നിങ്ങൾക്കറിയോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ
വീണ്ടും അവരുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വ്യായാമങ്ങളും ഇതൊക്കെ പരിശീലിപ്പിക്കുന്ന ആളാണ് ആര്? ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ? അപ്പൊ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, കണ്ണിന്റെ കാഴ്ച മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സാണ്. ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കോഴ്സുകൾ പാരാമെഡിക്കൽ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ സയൻസ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന വേറൊരു ഏരിയയാണ് എഞ്ചിനീയറിംഗ്. ധാരാളം ആളുകൾ ഇപ്പൊ എഞ്ചിനീയറിംഗിന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പലരും എഞ്ചിനീയറിംഗിന് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ്. എന്തിനാ പഠിക്കുന്നത്? ബിടെക്. പറയുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടാവും, കേൾക്കാനും സുഖം ഉണ്ടാവും. പക്ഷെ അവരുടെ സത്യത്തിൽ അവരുടെ മാനസികാവസ്ഥ അത്ര വലിയ സുഖമുള്ള മാനസികാവസ്ഥ ഒന്നുമല്ല. കാരണം കേരളത്തിൽ ബിടെക് കോഴ്സ് പാസ്സാകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. 2 വർഷം മുമ്പ് ഒരു വർഷം മുമ്പ് ഹൈക്കോടതി ഒരു സ്റ്റേറ്റ്മെന്റ് പറയണ്ടായി. ഈ തരത്തിലാണ് പാസ് പെർസെന്റേജ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളും എന്ത് ചെയ്യേണ്ടി വരും? അടച്ചുപൂട്ടേണ്ടി വരും. പിന്നെ ഗവൺമെന്റ് ഒക്കെ അതിൽ ഇടപെടേണ്ടി വന്നു. അപ്പോ ബിടെക് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ ധാരാളം ഉണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, പാസ്സാകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ ഒരു കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരു പുതിയ തരത്തിലുള്ള ട്യൂഷൻ സെന്റർ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ബിടെക് തോറ്റ ആൾക്കാർക്ക് ട്യൂഷൻ കൊടുക്കുന്ന സെന്റർ. ഞാൻ തമാശ പറഞ്ഞതല്ല, അവരെ മാത്രമേ എടുക്കുള്ളൂ. കാരണം ബിടെക് തോറ്റവരെ പഠിപ്പിക്കുന്ന കോളേജ് നിങ്ങൾ ഇത്ര കാലമായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്ലസ് 2 തോറ്റാലും ഡിഗ്രി തോറ്റാലൊക്കെ പഠിക്കാൻ അവസരമുണ്ട്. ബിടെക് തോറ്റാൽ പഠിക്കാൻ അവസരമുണ്ടോ? ഇല്ല. അവരാകെ കഷ്ടപ്പെടേണ്ടായിരുന്നു. ബിടെക്കിന് പോയി ജോയിൻ ചെയ്യും, അത് നേരെങ്കിലും പഠിക്കാൻ പറ്റില്ല, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന ധാരാളം ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ബിടെക്കിന് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എഞ്ചിനീയറിംഗിന് പോകുന്ന സമയത്ത് എഞ്ചിനീയറിംഗിനുള്ള ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ആപ്റ്റിറ്റ്യൂഡ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്സും മാത്സും നിങ്ങളെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. മാത്സിൽ കപ്പാസിറ്റി ഇല്ലാതെ ഒരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? എഞ്ചിനീയറിംഗിന് പോകരുത്. മാത്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാത്സിന്റെ മാർക്കല്ല എന്നുള്ളതും കൂടി ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയണം. ഒരാൾ 10ാം ക്ലാസ് പരീക്ഷയിൽ മാത്സിൽ മാർക്ക് കുറഞ്ഞു, പക്ഷെ അയാൾക്ക് മാത്സ് ഇഷ്ടമാണ്, ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ മാർക്ക് അതിന്റെ സൂചകമൊന്നുമല്ല. ഒരുപക്ഷെ പരീക്ഷയുടെ തലേന്ന് നല്ലൊരു തലവേദന ഉണ്ടായി, അസുഖം വന്നു, മാർക്ക് കുറയാം. അല്ലെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിച്ച് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കുറയാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? അപ്പൊ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിടെക്കിന് പോകാം. അതില്ല എന്നുണ്ടെങ്കിൽ ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ബിടെക്കിന് പോയിട്ട് ജോയിൻ ചെയ്ത് പ്രയാസപ്പെടരുത്. ക്ലിയർ? അപ്പോൾ ബിടെക്കിൽ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഏകദേശം 30-ലധികം സ്ട്രീമുകൾ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ എന്നും തിളങ്ങി നിൽക്കുന്ന സ്ട്രീം എന്ന് പറയുന്നത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ തുടങ്ങിയിട്ടുള്ള ഫീൽഡുകളിലൊക്കെ എപ്പോഴും നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഫീൽഡുകളാണ്. ഇതുകൂടാതെ തന്നെ ധാരാളം സ്ട്രീമുകൾ വേറെ ഉണ്ട്. നാനോ ടെക്നോളജിയിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാം, പ്ലാസ്റ്റിക്കിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാം, നേവൽ ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിടെക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ വേണ്ടി പറ്റും, ഡയറി സയൻസിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെക്കാട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രീമുണ്ട്. ഇപ്പൊ കേരളത്തിലൊരു കോളേജിൽ മാത്രമാണ് മെക്കാട്രോണിക്സ് പഠിപ്പിക്കുന്നത്. മെക്കാനിക്കലും ഇലക്ട്രോണിക്കലും ഇലക്ട്രിക്കലും ഇതെല്ലാം കൂടിയിട്ടുള്ള IT ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്ട്രീമാണ് എന്ത്? മെക്കാട്രോണിക്സ് എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് പോലെയുള്ള മേഖലയിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന നല്ല ഒരു ഏരിയയാണ് അത്. അതിലൊക്കെ നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 30ഓളം ഏരിയകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിടെക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ സയൻസിന്റെ കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന 2 മേഖലകളാണ്. ഒന്ന് മെഡിക്കൽ, 2 എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ധാരാളം അവസരങ്ങൾ സയൻസിലുണ്ട്. ഒരു ജോബാണ് ഓഷ്യാനോഗ്രഫി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓഷ്യാനോഗ്രഫി ഇല്ല. കടലിലെ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് നടത്തുന്ന ഒരു ജോബാണ് ശരിക്കും എന്ത്? ഓഷ്യാനോഗ്രഫി എന്ന് പറയുന്നത്. അതിൽ തന്നെ ബയോളജിക്കൽ ഓഷ്യാനോഗ്രഫി, കെമിക്കൽ ഓഷ്യാനോഗ്രഫി, ഫിസിക്കൽ ഓഷ്യാനോഗ്രഫി, ജിയോളജിക്കൽ ഓഷ്യാനോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഓഷ്യാനോഗ്രഫിയിൽ തന്നെ ധാരാളം സ്പെഷ്യലൈസേഷൻ വേറെയുണ്ട്. ഒരാൾക്ക് റിസർച്ച് ആ ഒരു ഏരിയയിലൊക്കെ കടലിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിന്ന് റിസർച്ചൊക്കെ നടത്തി വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് പോകാൻ വേണ്ടി പറ്റും. കേരളത്തിൽ ഓഷ്യാനോഗ്രഫി പഠിക്കാൻ നിങ്ങൾക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഓഷ്യാനോഗ്രഫി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. കുസാറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ കുസാറ്റിന്റെ ഏത് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും കുസാറ്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പോകുമ്പോൾ സുനാമിയൊക്കെ വരുന്ന സമയത്ത് ഇത് മുന്നറിയിപ്പ് തരുന്നത് ആരാണ്? ഓഷ്യാനോഗ്രഫി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വേറൊരു കോഴ്സാണ് മെറ്റീരിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. മെറ്റീരിയോളജി ഓർ ക്ലൈമറ്റ് സ്റ്റഡി. മെറ്റീരിയോളജി എന്താ? കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമാണ്. ആഗോളതാപനമൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിനൊക്കെ വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്.
ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഒരു റിസർച്ച് മൈൻഡുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മെറ്റീരിയോളജി കോഴ്സ്. കുസാറ്റിൽ മെറ്റീരിയോളജി പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്ലൈമറ്റ് സ്റ്റഡി നിങ്ങൾക്ക് പഠിക്കാം. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ തൃശ്ശൂർ ക്യാമ്പസിൽ ക്ലൈമറ്റ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്റഗ്രേറ്റഡ് കോഴ്സ് നടത്തുന്നുണ്ട്. BSc പ്ലസ് MSc ആണ്. 5 വർഷത്തെ പഠനമാണ്. സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വേറൊരു ഏരിയയാണ് ഫോറൻസിക് സയൻസ്. കുറ്റാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന മേഖലയാണ് എന്ത്? ഫോറൻസിക് സയൻസ്. അപ്പൊ ചില ആൾക്കാരൊക്കെ കുറ്റാന്വേഷണ നോവലുകളൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലേ? ഇല്ലേ? നിങ്ങൾ വായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡിറ്റക്റ്റീവ് നോവലിന്റെ കഥാപാത്രത്തിലെ ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിന്റെ പേരെന്ന് പറഞ്ഞേ? ഷെർലക് ഹോംസ്, അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലാണ് ഷെർലക് ഹോംസിന്റേത്, അല്ലേ? ഇത് ധാരാളം ആരാധകരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷെർലക് ഹോംസ് ശരിക്കും ഒരു സൃഷ്ടി മാത്രമാണ്, ഒരു എഴുത്തുകാരന്റെ കഥാപാത്രം മാത്രമാണ് എന്ത്? ഷെർലക് ഹോംസ്. പക്ഷെ പലപ്പോഴും ആ നോവലിലുള്ള ഷെർലക് ഹോംസിന്റെ അഡ്രസ്സിൽ പോസ്റ്റ് ഓഫീസിൽ ലെറ്ററുകൾ വരാറുണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ആളുകൾ അത്രയും ഏറെ ഇഷ്ടപ്പെട്ടുള്ളൊരു നോവല്. അപ്പൊ കുറ്റാന്വേഷണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് എന്ത്? ഫോറൻസിക് സയൻസ്. അതേപോലെ തന്നെ ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു പഠനം. ഫോറൻസിക് സയൻസും ക്രിമിനോളജിയും. ഫോറൻസിക് സയൻസിലും ധാരാളം ഏരിയകൾ വേറെയുണ്ട്. അപ്പൊ ഇതില് സൈബർ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമാണ് കേരളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവസരമുള്ളത്. MG യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈബർ ഫോറൻസിക് പഠിക്കാം. സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞപ്പോൾ IT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നു. ഒരു ഹാർഡ് ഡിസ്കിലെ ഡാറ്റയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ട് അത് നമുക്ക് കിട്ടണം, തിരിച്ചു കിട്ടണം. ആരെ ബന്ധപ്പെട്ടാൽ മതി? സൈബർ ഫോറൻസിക് കഴിഞ്ഞ ആൾക്കാരെ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഗവൺമെന്റ് ഒക്കെ ധാരാളം പുതിയ നിയമങ്ങൾ കൊണ്ടുവരാണ്, അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. കൂടുതൽ കുറ്റകൃത്യങ്ങളും IT ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഏരിയയിലെ വിദഗ്ധരെ ഇന്ത്യക്കും ധാരാളം ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. സൈബർ ഫോറൻസിക് മാത്രമാണ് കേരളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവസരമുള്ളത്. അല്ലെങ്കിൽ പഞ്ചാബി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫോറൻസിക് സ്റ്റഡി നടത്താം. ഡിറ്റക്റ്റീവ് ഏജൻസികളിൽ അല്ലെങ്കിൽ CBI പോലെയുള്ള ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വേറൊരു ഏരിയയാണ് അഗ്രികൾച്ചർ. സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് ബയോളജി നിർബന്ധമാണ്. ഓക്കെ, അഗ്രികൾച്ചർ കേരളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എൻട്രൻസ് എഴുതണം. +2 കഴിഞ്ഞിട്ട് കീം നടത്തുന്ന കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് ഇല്ലേ, ഇത് കഴിഞ്ഞ ആൾക്കാർക്ക്, മെഡിക്കൽ എൻട്രൻസ് കഴിഞ്ഞ ആൾക്കാർക്കാണ് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. BSc ചെയ്യാം. അഗ്രികൾച്ചറിൽ തന്നെ ധാരാളം ഏരിയകളുണ്ട്. മെഡിക്കൽ എൻട്രൻസ് ഒന്നും വേണ്ടാത്ത ധാരാളം ഏരിയകളും വേറെയുണ്ട്. ഹോർട്ടിക്കൾച്ചർ പോലെയുള്ള മേഖലയിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ തൊട്ടടുത്ത് തൃശ്ശൂരൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് ഇഷ്ടംപോലെ കോഴ്സുകൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ധാരാളം സാധ്യതകളുള്ളൊരു ഏരിയയാണ് എന്ത്? അഗ്രികൾച്ചർ. കാരണം നമുക്കറിയാം സ്ഥലത്തിന്റെ ലഭ്യത ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിന്റെ ലഭ്യത ചുരുങ്ങാണ്. ആൾക്കാരുടെ ഭക്ഷണം കഴിക്കുന്ന ശീലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് കഴിച്ച പോലെയാണോ ഇപ്പൊ കഴിക്കുന്നത്? ഇല്ല, ഇഷ്ടംപോലെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? കഴിക്കാൻ വേണ്ടി ഭക്ഷണം വേണം, അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് വേണം, അല്ലെ? പണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വെജിറ്റബിൾസ് വേണ്ടത്. ഇപ്പൊ ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ വെജിറ്റബിൾസ് ആവശ്യമാണ്. എന്നാലോ ലോകത്ത് ഭക്ഷണം കിട്ടാതെ ധാരാളം ആൾക്കാർ വേറെയുണ്ട്. അപ്പൊ ഇനി ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണത്തിന്റെ ആവശ്യകത വർദ്ധിക്കും, അല്ലെ? പിന്നെ അതേപോലെ തന്നെ പോഷകമൂല്യമുള്ള ഭക്ഷണം എന്താന്നുള്ള ആൾക്കാർ ഇപ്പൊ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ധാരാളം കഴിവുള്ള, കപ്പാസിറ്റിയുള്ള ആൾക്കാരെയാണ് വേണ്ടത്. നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല തൊഴിൽ സാധ്യതകളുണ്ട്. ആ ഫീൽഡിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസി. ICAR എന്നാണ് അതിനെ പറയാം. ICAR. ഈ ICAR നടത്തുന്ന ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോകാം. കേരളത്തിലും 10-15% സീറ്റ് ഈ നാഷണൽ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും. അഗ്രികൾച്ചറിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് അടക്കം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് പോകാം. ഇനി അങ്ങനെ മീന് വളർത്തല്, അല്ലെങ്കിൽ അത് പരിപാലിക്കല്, അല്ലെങ്കിൽ അത് കഴിക്കല്, ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ജോബാണ് ഫിഷറീസ് മേഖലയിലുള്ളത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓപ്ഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. കുഫോസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക. കുഫോസ്. ഈ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് അറിയോ? കേരളത്തിലെ ഏത് ജില്ലയിലായിരിക്കാനാണ് സാധ്യത? കുഫോസ് ആലപ്പുഴ, അല്ലെ? ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മീനാണ് ഓർമ്മ വരിക. കരിമീന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും ആലപ്പുഴ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആലപ്പുഴയിലാണ് കുഫോസ് ഉള്ളത്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
വേറെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വേറൊരു മേഖലയാണ് IT. IT-യിൽ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ മാത്സ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ലോജിക്കൽ കപ്പാസിറ്റി ഉള്ള ആളുകളെയാണ് ആ ഫീൽഡിലേക്ക് പോകേണ്ടതുള്ളൂ. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റിന്റെ. അപ്പോൾ അതൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാം. സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. IT-യിൽ തന്നെ വേറെയും ധാരാളം അവസരങ്ങളുണ്ട്. ഒന്ന് സോഫ്റ്റ്വെയർ ഫീൽഡാണ്, രണ്ട് ഹാർഡ്വെയർ ഫീൽഡാണ്, മൂന്നാമത്തത് നെറ്റ്വർക്കിംഗ് ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം ATM-കളൊക്കെ എത്രയും കൂടുതൽ വന്നത് എന്തുകൊണ്ടാണ്? നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്, അല്ലേ? അപ്പൊ അല്ലെങ്കിൽ ട്രെയിൻ, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നെറ്റ്വർക്കിംഗ് ടെക്നോളജിയുടെ ഫലമായിട്ടാണ്. അപ്പൊ ഈ ഫീൽഡിലൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് BCA കഴിഞ്ഞിട്ട് നെറ്റ്വർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ CCNA, CCNP, CCSP, CCIE എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ എടുത്തിട്ട് പോകാം. നല്ല സാലറി കിട്ടുന്ന ഫീൽഡാണ് അത്. പിന്നെ വേറൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൾട്ടിമീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡാണ്. മൾട്ടിമീഡിയനെ നമുക്കൊന്ന് ഗെയിം ഇൻഡസ്ട്രി എന്നും മറ്റൊന്ന് ഡിസൈനിങ് ഇൻഡസ്ട്രി എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഗെയിം ഇൻഡസ്ട്രി ലോകത്തെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിൽ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സത്യത്തിൽ. മൊബൈലിൽ ഗെയിം കളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ. ഗെയിം ഇതുവരെയും മൊബൈൽ എടുത്ത് ഗെയിം കളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ. എല്ലാവരും കളിക്കുമല്ലേ? ഞാരെങ്കിലും കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 4 ഗെയിമെങ്കിലും മിനിമം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ ഈ ഒരു ഫീൽഡ് വല്ലാതെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഏത് ഫീൽഡും ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എന്താ? ഇപ്പൊ ഗെയിം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് നല്ല ഗെയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. യൂറോപ്യന്മാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗെയിം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും. ക്ലിയർ? നമ്മൾ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കും, അവരിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കും. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് കിട്ടും? പൈസ കിട്ടും. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഒന്ന് പൈസ പോകും, രണ്ട് മടി കൂടും, അല്ലേ? അപ്പോ ഈ ഒരു ഫീൽഡില് നിങ്ങൾക്ക് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് ഈ ഗെയിമിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വഴികളുണ്ട്. അപ്പോ ഒരു ഗെയിമിന്റെ പേര് പറഞ്ഞേ. ടെമ്പിൾ റൺ എന്ന് പറയുന്ന ഒരു ഗെയിമില്ലേ? കളിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ, അല്ലേ? അപ്പൊ ടെമ്പിൾ റണ്ണിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഇതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഗതി ആഡ് ചെയ്യാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിം ഇൻഡസ്ട്രിയിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ പഠിച്ചിട്ടും പോകാം, ഡിസൈനിങ് പഠിച്ചിട്ടും നിങ്ങൾക്ക് ആ ഫീൽഡിലേക്ക്, അനിമേഷൻ പഠിച്ചിട്ടും ആ ഫീൽഡിലേക്ക് പോകാം. അനിമേഷൻ ഫീൽഡിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ ധാരാളം സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. ഇപ്പോ ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി, ധാരാളം അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയില്ലേ? ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? അനിമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണല്ലേ? അപ്പൊ ഈ ഫീൽഡിൽ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. കഴിവുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അനിമേഷൻ പഠിച്ചുകൊണ്ട് നമുക്ക് ജോലി കിട്ടുന്നില്ല. അത് ഏത് ഫീൽഡിന്റെയും അതോ അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ IT മേഖലയിലും ധാരാളം കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇതിലേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയും സയൻസ് കഴിഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻവയോൺമെന്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കോഴ്സുകളുണ്ട്. ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, വനവുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണം. നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിലെ ആലയേറ്റ് നശിച്ച സമയത്ത് ഇപ്പൊ വളരെ റീസെന്റ് ആണത്. അപ്പൊ അവിടുന്ന് ഈ ഫോറസ്ട്രിയിൽ റിസർച്ച് നടത്തുന്ന ആളുകൾ പോയിട്ടാണ് അതിനെങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ആലോചിച്ചത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ധാരാളം സാധ്യതകളുള്ള പല കോഴ്സുകൾ സയൻസ് കഴിഞ്ഞ ആൾക്കാരുടെ മുമ്പിലുണ്ട്. പിന്നെ കൊമേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ധാരാളം കോഴ്സുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടും കൊമേഴ്സ് കഴിഞ്ഞിട്ടും പോകാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോകാം. ഒരുവിധം എല്ലാ കോഴ്സുകളിലേക്കും സയൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റും, സ്പെഷ്യലി മാത്സും കൂടി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്. ക്ലിയർ? അപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതായിരിക്കും? ഏത് കോഴ്സും ബെസ്റ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പക്ഷെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് CA എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഒരു ഡോക്ടർക്ക് കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് കിട്ടുന്നതിനേക്കാൾ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാവുന്ന ഒരു ജോബാണ് ശരിക്കും എന്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു കോഴ്സ്. മനസ്സിലാക്കേണ്ടത് ഇപ്പൊ MBBS പഠിക്കാനും BTech പഠിക്കാനും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജുകൾ വളരെ കുറവാണ്. നമ്മൾ CA-ക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും. എന്നാലും ചില സെന്ററുകളൊക്കെ ഇപ്പൊ IIM പോലെയുള്ള, വിദ്യാഭാരതി പോലെയുള്ള സെന്ററുകളൊക്കെ കേരളത്തിലുണ്ട്. പക്ഷെ എന്നാലും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെന്ററുകൾ കുറവാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യേണ്ട ഒരു മേഖലയാണ് ആ പഠന മേഖല എന്ന് പറയുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാം. 2 തരത്തിൽ നിങ്ങൾക്ക് CA പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് പഠിക്കലാണ്. 2,
ബികോം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 4-5 വർഷം എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. 4 വർഷമെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടും വേണം. പ്ലസ് ടു കഴിഞ്ഞിട്ട് 5 വർഷം കൊണ്ടും ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കണം. മനസ്സിൽ ഒരു ഉറപ്പുണ്ടാകണം. ആ ഉറപ്പ് എന്ന് പറയുന്നത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ CA കംപ്ലീറ്റ് ചെയ്തിട്ട് നിന്ന് പിന്മാറും. വളരെ ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്, പാസ് പെർസെന്റേജ് കുറവാണ്. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, CAക്ക് പോകാം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു 3 വർഷം പഠിച്ചു, ഇനി ഇത് പഠിച്ചാൽ കിട്ടില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി പോലും കിട്ടില്ല. ക്ലിയർ? ആ 3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ലൈഫിൽ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പകുതി കിട്ടുന്നെങ്കിലും ഒരു മിനിമം ഡിഗ്രി ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് CAക്ക് രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ CAയുടെ സിലബസുമായിട്ട് ഒരു സാമ്യമുള്ള സിലബസ് ബികോമിന്റെ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നോക്കുക, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ബികോം എടുക്കാം. ക്ലിയർ? വിദൂര വിദ്യാഭ്യാസ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബികോം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് CA കംപ്ലീറ്റ് ചെയ്യാം. CA പോലെയുള്ള വേറൊരു കോഴ്സാണ് ICWAയുടെ. ഇപ്പൊ ICWA എന്നുള്ള പറയല് കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നാണ് അവരെ അറിയാറ്. കോസ്റ്റ് അക്കൗണ്ടൻസി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, നല്ലൊരു കോഴ്സാണത്. പക്ഷെ CAയുടെയും കോസ്റ്റ് അക്കൗണ്ടന്റിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും കോസ്റ്റ് അക്കൗണ്ടന്റിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റിൽ സമർപ്പിക്കണം. നമ്മൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഗവൺമെന്റ് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒപ്പുവെക്കണം. രാഷ്ട്രപതി ഒപ്പുവെച്ചാലും കൂടി ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കില്ല. ആർക്കാണ് അത് ഒപ്പുവെക്കാനുള്ള അധികാരമുള്ളൂ? ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഉള്ളൂ. കോസ്റ്റ് അക്കൗണ്ടന്റിന് അധികാരം ഇല്ല. അവർ കമ്പനിയുടെ ഇന്റേണൽ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈസിംഗുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കോസ്റ്റ് അക്കൗണ്ടൻസ്. ഓക്കെ. അപ്പോൾ CA പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലീഗൽ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടും. ഗവൺമെന്റ് ഏരിയയിലും നിങ്ങൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ 3G സ്പെക്ട്രം അഴിമതിയൊക്കെ പുറത്തു കൊണ്ടുവന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അക്കൗണ്ട്സ് ജനറൽ ഓഫ് ഇന്ത്യ. ആരായിരുന്നു അത്? വിനോദ് റായ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെ? അപ്പൊ അതുവരെയും നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? പിന്നെ ഇതിൽ തന്നെ നിങ്ങൾ ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിലാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടം, നെതർലൻഡ്സിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഓസ്ട്രേലിയയിലോ സിംഗപ്പൂരിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. യൂറോപ്പ് ഒഴികെ, ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള അല്ല, സിംഗപ്പൂര് യൂറോപ്പിലുള്ള അല്ല, അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? അക്ക എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അക്ക. ചില ആൾക്കാർ അക്ക എന്ന് പറയുന്നത് ആരെയാണ്? അച്ഛനെ അക്ക എന്ന് വിളിക്കുന്നത് കേട്ടില്ലേ നിങ്ങൾ? കേട്ടില്ലേ? അക്ക അമ്മ എന്ന് പറയുന്നത് കേട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ വിളിക്കാം. അപ്പൊ ഈ അക്ക അല്ല, ഇത് ACCA എന്ന് പറയും. ഇത് ഇന്ത്യയുടെ അക്കൗണ്ടിംഗ് വെർഷനാണ് എന്ത്? CA എന്ന് പറയുന്നത്. യൂറോപ്യൻ വെർഷനാണ് എന്ത്? ACCA എന്ന് പറയുന്നത്. ACCA പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂറോപ്പ് പോലെയുള്ള അമേരിക്കയിലോ ഓസ്ട്രേലിയയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ACCA പഠിച്ചിട്ട് പോകുമായിരിക്കും നല്ലത്. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലീഗൽ പ്രിവിലേജ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടോ? ശ്രദ്ധ ഇവിടെ ഉണ്ടോ? കോഴ്സ് കേട്ട് ക്ഷീണിച്ചോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഒരു ചെറിയ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഇരുന്നിട്ടാണ് ആക്ടിവിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഈ ആക്ടിവിറ്റി കൃത്യമായിട്ട് ചെയ്യോ? പാട്ട് പാടേണ്ടി വരില്ല. ഇരുന്നോടത്തൊന്നും നിങ്ങൾ നീക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ് കുടുങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടാണ്, അല്ലെ? സിമ്പിളാണ് ആക്ടിവിറ്റി. 1 മുതൽ 20 വരെ തെറ്റുകൂടാതെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. 1 to 20. പ്രശ്നമുണ്ടോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ലല്ലോ. കഴിയില്ലേ? കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ 1-2 കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് 1 2 3 4 എന്ന് കൗണ്ട് ചെയ്ത് പോകാൻ പാടില്ല. കണ്ടീഷൻ നമ്പർ 2, ഒരു റോ, ഇപ്പൊ ഇവിടുന്ന് 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകാൻ പാടില്ല. നെക്സ്റ്റ് കണ്ടീഷൻ, കൗണ്ട് ചെയ്യുന്ന ആള് യാതൊരു കാരണവശാലും എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനും പാടില്ല. അങ്ങോട്ട് തിരിയാനും ഒന്നും പാടില്ല. എന്നെ ഫേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ഇരിക്കുക. നിങ്ങൾ ഗ്രൂപ്പായിട്ട് 1 to 20 വരെ കൗണ്ട് ചെയ്യുക. ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേ സമയം 2 ആൾ കൗണ്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ടാണ്. അപ്പൊ പിന്നെ ആദ്യം മുതൽ കൗണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരു ട്രയൽ ഒന്ന് നോക്കി നോക്കിയേ. ആർക്കും പറയാട്ടോ, ആർക്കും ലൗഡായിട്ട് ചെയ്യാം, ഒന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കും കൗണ്ട് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുകയോ ഒരേ സമയം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ടാണ്.
സ്റ്റാർട്ട്. ഔട്ട്. 2 ഓൾറെഡി അവിടെ കൗണ്ട് ചെയ്തു. നിങ്ങൾ ലൗഡായിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് ട്രയലാണ്. ഇപ്പൊ ഇനി റിയൽ ആണ്. ശരിക്കും നിങ്ങൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, തെറ്റാതെ കൗണ്ട് ചെയ്യാൻ പറ്റും. എന്ന് കൗണ്ട് ചെയ്യുന്ന ആള് ലൗഡായിട്ട് കൗണ്ട് ചെയ്യുക, എന്നാലേ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാണ്? എന്താ കഥ ഉണ്ടായിരുന്നു? അക്ക അല്ലെ? അക്കനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, കഥ എന്നല്ല പറഞ്ഞില്ലേ, സോറി. അപ്പൊ ACCA പോലെ തന്നെ വേറൊരു കോഴ്സ് ഉണ്ട്, സിമ എന്ന് പറയും. CIMA, CIMA അല്ല, സിമ, CIMA. അതും അക്കൗണ്ടിങ്ങിന്റെ മാനേജ്മെന്റും അക്കൗണ്ടിങ്ങും കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടും പോകാം, +2 കഴിഞ്ഞിട്ടും പോകാം. +2 ഡിഗ്രി തന്നെ നിങ്ങൾ മാനേജ്മെന്റ് ഡിഗ്രി അല്ലാത്ത ഡിഗ്രി പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നു മാത്രം. ക്ലിയർ? +2 കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഒരാൾ പഠിക്കുന്നതൊക്കെ മാനേജ്മെന്റ് ഡിഗ്രി അല്ലാത്ത ഒരു ഡിഗ്രി എടുത്ത ആൾക്കാർ പോകുമ്പോൾ പഠിക്കേണ്ടി വരും. ധാരാളം തൊഴിൽ സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. അപ്പൊ അക്കൗണ്ടിങ് ഫീൽഡിൽ ധാരാളം കോഴ്സുകളുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ കോഴ്സിന്റെ കൂടെ തന്നെ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി എടുക്കാനും പറ്റും. പിന്നെ പോകാൻ പറ്റുന്ന വേറൊരു ഏരിയ കമ്പനി സെക്രട്ടറിയാണ്. ഇപ്പോൾ റിലയൻസ്, ബിർള പോലെയുള്ള ധാരാളം കമ്പനികൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ. ഈ കമ്പനികളിലൊക്കെ നിയമപരമായിട്ടൊരു സെക്രട്ടറി, കമ്പനി സെക്രട്ടറിഷിപ്പിന്റെ കോഴ്സ് കഴിഞ്ഞ ഒരാൾ വേണമെന്നുള്ളത് നിർബന്ധമാണ്. വലിയ കമ്പനികളിലൊന്നും ഒരാളൊന്നും അല്ല ഉണ്ടാകുക, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതും നല്ല ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്. അതിലേക്ക് പോകാം. പിന്നെ പോകാൻ പറ്റാവുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കോഴ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മാനേജ്മെന്റ് കോഴ്സിന്റെ അല്ലെങ്കിൽ ആ പ്രൊഫഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് വിദഗ്ധരാണ്. ഡോക്ടറോ സയന്റിസ്റ്റോ എഞ്ചിനീയറോ ഒന്നുമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ്? മാനേജ്മെന്റ് വിദഗ്ധരാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന നല്ല സാധ്യതകളുണ്ട്. ഏത് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും പോകാം. അപ്പോ പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഫീൽഡിലെ കോഴ്സുകൾ ഏതൊക്കെ, പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെ എന്ന് പറഞ്ഞേ? MBA നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ MBA എടുത്തിട്ട് പണിയൊന്നുമില്ല നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാനേജ്മെന്റ് ഫീൽഡിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണമെങ്കിൽ, നല്ല സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതാണ്. സാധാരണ +2 കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എത്ര A+ ഉണ്ട് അല്ലേ? SLC കഴിഞ്ഞ് ചോദിക്കും എത്ര A+ ഇട്ട് ചോദിക്കും. MBA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കില്ല എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കില്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എവിടെയാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നല്ല പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് കുന്നമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു IIM ഉണ്ട്. കോഴിക്കോടാന്ന് വിചാരിച്ചിട്ട് മലയാളികൾക്ക് മുഴുവൻ അവരെ കയറ്റിയിട്ടൊന്നുമില്ല. എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലാണ്. സെൻട്രലൈസ്ഡ് എക്സാം ആണ് ഉണ്ടായിരിക്കുക. IIMകളിലേക്ക് പൊതുവായിട്ടൊരു എക്സാമാണ്. CAT എന്നാണ് ആ എക്സാമിന്റെ പേര്. പൂച്ച എന്നുള്ള അർത്ഥമല്ല, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, CAT. അപ്പൊ അവിടെ പോയി ആ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് IIMൽ ജോയിൻ ചെയ്യാം. IIMലൊക്കെ ഏകദേശം മിനിമം IIM എന്നൊക്കെ നിങ്ങൾക്ക് IIMൽ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആണ്. സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സെക്യൂർഡ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം മിനിമം ഒരു 25 ലക്ഷം രൂപയെങ്കിലും ശമ്പളം ഉള്ള ജോലി അവിടുന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. IIM എന്ന് 1 കോടിയുടെ മേലെ IIMൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശമ്പളം വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. 1 കോടി രൂപയുടെ മേലെ ശമ്പളം വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും
പ്രശസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM. അവിടേക്ക് പോകേണ്ട എൻട്രൻസ് ഏതാണ്? കാറ്റ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുതാം. +2 മുതൽ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് എക്സാം എഴുതാൻ വേണ്ടി നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. +2ലെയും ഡിഗ്രിയിലെയൊക്കെ മാർക്ക് മിക്ക IIM-കളും പരിശോധിക്കാറുണ്ട്. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ നഴ്സി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ICFAയുടെ ഹൈദരാബാദിലെ ക്യാമ്പസ്, സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടേക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളാണുള്ളത്. സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ജാംഷഡ്പൂരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മാനേജ്മെന്റിന്റെ. ഇതിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഓരോന്നിന്റെയും സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. എക്സാറ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് ജംഷഡ്പൂരിലുള്ള XLRI സേവിയർ ലേബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ്. സിംബയോസിസിലേക്കാണെന്നുണ്ടെങ്കിൽ SAT എന്ന് പറയുന്ന SAT എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇതുകൂടാതെ തന്നെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള ടെസ്റ്റുകളുണ്ട്. MAT ഉണ്ട്, CMAT ഉണ്ട്. ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രീമിയർ ആയിട്ടുള്ള 100 മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റാങ്ക് എടുത്തപ്പോൾ പല റാങ്കിങ്ങും നടന്നിട്ടുണ്ട്. അതിൽ ഒരു ഏജൻസിയുടെ റാങ്കിങ് പ്രകാരം കേരളത്തിൽ ഒരു 60-70 ഇടയിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കേരളത്തിന്റെ പുറത്താണ്. എന്നാൽ കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ധരിക്കും വേണ്ട. കേരളത്തിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, കൊച്ചിയിലെ CMS ഒക്കെ മാനേജ്മെന്റ് സ്റ്റഡീസിലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടെയൊക്കെ പോയി പഠിക്കാം. എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ MBA ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവിടെയും AICTEയുടെ അംഗീകാരം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. MBA പഠിക്കുന്ന സമയത്ത് AICTEയുടെ അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ MBA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. MBAയിൽ ധാരാളം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലോജിസ്റ്റിക് പോലെയുള്ള ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റാവുന്ന വേറൊരു ഏരിയയാണ് ടൂറിസം, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഏരിയ. ടൂറിസം എല്ലാ രാജ്യത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗവൺമെന്റും ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും. കാരണം എന്താ? ടൂറിസ്റ്റുകൾ ഓരോ രാജ്യത്ത് വരുമ്പോഴും വിദേശ നാണയം കൂടുതൽ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അവിടുന്ന് അവർ സമ്പാദിച്ച പൈസ നമ്മുടെ രാജ്യത്ത് കൊണ്ട് ചെലവഴിക്കുമ്പോൾ നമുക്ക് കാര്യമില്ലേ ഇത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമാണ്. ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം, BTA, MTA എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഒരു MTA ഒക്കെ എടുത്തു, നിങ്ങൾക്ക് വിദേശത്തെ ഒരു ഭാഷ കൂടി, നിങ്ങൾ ഫ്രഞ്ചോ സ്പാനിഷോ അറബിയോ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷ കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ കൊമേഴ്സിന് ശേഷമുണ്ട്. ഹ്യൂമാനിറ്റീസിന് ശേഷം ഇതേപോലെ പഠിക്കാൻ പറ്റാവുന്ന നല്ല ഏരിയകളുണ്ട്. അതിൽ ഒന്നാണ് ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ്. ആർക്കിയോളജി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ മുസിരിസ് കേട്ടില്ലേ? അവിടെ ഉത്ഖനനം നടക്കുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? നിങ്ങളുടെ അടുത്തല്ലേ? ആണോ അല്ലേ? എന്തായാലും മിണ്ടാത്ത ആണെന്ന് പറഞ്ഞാൽ കുടുംബം വിചാരിച്ചിട്ടാണോ? ആണ്. അപ്പൊ നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാരാണ്? ഹിസ്റ്റോറിയൻസിനെ പോലെ തന്നെ ആർക്കിയോളജിസ്റ്റുകൾക്കും അതിൽ വലിയ പങ്കുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ നമുക്കറിയാം വളരെ വലിയൊരു രാജ്യമാണ്. ധാരാളം ചരിത്ര സമ്പത്ത് ഇന്ത്യക്ക് ഉണ്ടല്ലേ? ധാരാളം ചരിത്രമല്ലേ ഇന്ത്യക്ക്? അപ്പോ അതേപോലെ ധാരാളം ചരിത്ര സ്മാരകങ്ങളുണ്ട്. താജ്മഹലുണ്ട്, കുത്തബ് മിനാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഇതിലൊക്കെ നല്ല ജോലി കിട്ടാൻ നമുക്ക് ആർക്കിയോളജി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കും. അപ്പൊ ആർക്കിയോളജി പഠിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ജോഗ്രഫി വേറൊരു ഏരിയയാണ്. ജോഗ്രഫി സാധാരണ നമ്മൾ ഹ്യൂമാനിറ്റീസിന്റെ കൂടെയാണ് പലപ്പോഴും കാണാറുണ്ടെങ്കിലും അതൊരു സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന്, ഇപ്പൊ എന്റെ നാട് ചെറുതുരുത്തിയാണ്, നിങ്ങൾക്ക് ഒരാൾക്ക് ചെറുതുരുത്തിയേക്ക് വരണം. മൊബൈൽ എടുക്കുക, മാപ്പ് എടുക്കുക, നമ്മൾ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് എവിടെ എത്താൻ വേണ്ടി പറ്റും? ചെറുതുരുത്തിയിലെത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ കാറ് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അപ്പോൾ മൊബൈലിൽ നിന്ന് പറയും ലെഫ്റ്റിലേക്കല്ല, നിങ്ങൾ ടേൺ ചെയ്യേണ്ടത് റൈറ്റിലേക്കാണ്, ഇല്ലേ? പറയില്ലേ? അപ്പൊ ഇത് സാധ്യമാക്കിയത് ഈ ജോഗ്രഫി പോലെയുള്ള പഠനങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ധാരാളം സാധ്യതകൾ ഈ ഒരു ഫീൽഡിലുണ്ട്. പിന്നെ ഹിസ്റ്ററിയിൽ നമുക്ക് നല്ല സാധ്യതകളുണ്ട്.
എക്കണോമിക്സിൽ നല്ല സാധ്യതകളുണ്ട്. ഇപ്പോ ചിലരൊക്കെ BA എക്കണോമിക്സ് ഒക്കെ പലരും പഠിക്കുന്നതിന് എന്താണ് അതിന്റെ സാധ്യത എന്ന് അറിയാനായിട്ടാണ്. ചിലർ BA എക്കണോമിക്സിനൊക്കെ പോയി ചേരും, പക്ഷെ ഇതിന്റെ സാധ്യത എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൽ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയാണ് ഗവൺമെന്റ് റിസർവ് ബാങ്കിന്റെ ഒക്കെ ഗവർണറാക്കുക. 100ന്റെ നോട്ടും 1000ന്റെ നോട്ടിലൊക്കെ ഒപ്പിടുന്ന ആളാരാ? റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് അല്ലേ? റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. ഇപ്പോ മോളുടെ പേരെന്താ? കേട്ടില്ല. ശ്രീകുട്ടി. ഓക്കെ. ശ്രീകുട്ടി എക്കണോമിക്സ് പഠിച്ചു, അതിൽ നല്ല നോളജ് ഉണ്ടാക്കി. ഗവൺമെന്റിന് മനസ്സിലായി ശ്രീകുട്ടി എക്കണോമിക്സിലെ ആളൊരു പുലിയാണ് അല്ലേ? അപ്പൊ ഇത് മനസ്സിലായ ഒരു പക്ഷേ ഗവൺമെന്റ് റിസർവ് ബാങ്കിന്റെ ഗവർണറാക്കിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആരെ അപ്പോയിന്റ് ചെയ്യും? ശ്രീകുട്ടി അപ്പോയിന്റ് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ 1000ന്റെ നോട്ടൊക്കെ വരുമ്പോൾ ആരുടെ ഒപ്പം ഉണ്ടായിരിക്കും? ശ്രീകുട്ടിയുടെ ഒപ്പമായിരിക്കും അല്ലേ? ഞാൻ തമാശ പറഞ്ഞല്ല. അപ്പൊ എക്കണോമിക്സിന്റെ സാധ്യത എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ മുൻ പ്രൈം മിനിസ്റ്റർ എക്കണോമിക്സിൽ ഒരു വിദഗ്ധനുണ്ടായിരുന്നു അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ സിവിൽ സർവീസ് പോലെ തന്നെയുള്ള ഒരു എക്സാം ഉണ്ട്, ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞിട്ട്. MA എക്കണോമിക്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റിയുള്ളൊരു പരീക്ഷയാണത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വിദഗ്ധനായിട്ട് ആർക്ക് മാറാം? ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഇന്ത്യയുടെ ധനകാര്യ വകുപ്പിലൊക്കെ നല്ല ഉയർന്ന ജോലിയിലേക്ക് ആർക്ക് പോകാൻ വേണ്ടി പറ്റും? ഈ ഇന്ത്യൻ എക്കണോമിക് സർവീസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളൊരു വേറൊരു പരീക്ഷയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് സർവീസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് സർവീസ് ഇതും നല്ല ഗവൺമെന്റിലെ നല്ല ഉയർന്ന പൊസിഷനിലുള്ള ജോബ് കിട്ടാൻ സഹായിക്കുന്ന എക്സാമുകളാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കാം. നല്ല സാധ്യതയാണ് ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല, ഇനിയും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ കോഴ്സിന്റെ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഞാൻ പറയാത്ത ഏരിയകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹയർ സ്റ്റഡീസ്, മൈക്രോബയോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ചുരുക്കിയതാണ്. ഫുഡ് സയൻസ് ഒക്കെ ഇപ്പോൾ ധാരാളം സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് മടിയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകും, ഒരു ഗ്ലാസ് പായസം വാങ്ങും, ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കും, അത് ഇരുന്ന് കുടിക്കും അല്ലേ? ആ ഒരു തരത്തിലേക്ക് നമ്മളൊക്കെ മൈൻഡൊക്കെ മൗൾഡ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടം. അപ്പോൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഉണ്ടെങ്കിൽ ചോദിച്ചോ. ജസ്റ്റ് എഴുന്നേറ്റ് നിന്നാ മതി. ഡൗട്ട്സ് ഉള്ള ആൾക്കാരൊന്നും ജസ്റ്റ് എഴുന്നേറ്റ്. NDA എയർഫോഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡിഫൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള സാധ്യതകളുണ്ട്. +2 ശേഷം ഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറയുന്ന ഒരു NDA അക്കാദമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് NDAയുടെ എക്സാം എഴുതുക എന്നുള്ളതാണ്. +2 സയൻസിന് ശേഷമാണ് നമുക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിലൂടെ നമുക്ക് എയർഫോഴ്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നേവിയിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റാവുന്ന സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. NDAക്ക് ശേഷം
സേനയിൽ കയറിയിട്ട് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ NDA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സേനയിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈലറ്റ് ആകാനുള്ള അവസരങ്ങളൊക്കെ നൽകുന്നുണ്ട്. വളരെ ടഫായിട്ടുള്ള എക്സാമാണ് NDAയുടെ എക്സാം എന്ന് പറയുന്നത്. പക്ഷെ ടഫ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എഴുതരുത് എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടല്ല. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ശേഷമൊക്കെ സേനകളിൽ കയറാനുള്ള അവസരമുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ശരിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് സേനയിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് ബിടെക്കിന്റെ ഒരു സ്ട്രീം മാത്രമാണ്. അപ്പൊ അത് നമുക്കിപ്പോ വിമാന കമ്പനികൾ ഇപ്പൊ സേനയ്ക്ക് ശരിക്കും വിമാന കമ്പനി ഇല്ലല്ലോ, പുറത്തുനിന്നുള്ള കമ്പനികളല്ലേ ഈ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ DRDO ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ DRDO പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫൻസ് ഏജൻസികളുണ്ട്. ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഇപ്പൊ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുകയും അതിനുള്ള സാധനങ്ങൾ മിസൈലൊക്കെ ഉണ്ടാക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോ എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ആഡ് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടാവും. അത് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചിലർ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട്. അതൊന്നും അത്ര വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ജോലിയൊന്നുമല്ല എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടാകുക. ക്ലിയർ? അപ്പൊ ഇപ്പൊ എയർപോർട്ടിൽ ഇത് പഠിച്ചിട്ട് മാനേജർ ആകാന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ആ കോഴ്സ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഏരിയ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന വേറൊരു ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ പൈലറ്റ് എന്നത് പറഞ്ഞ പോലെ ഷിപ്പൊക്കെ ഡയറക്ട് ചെയ്യുന്നത് ഈ നോട്ടിക്കൽ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിലേക്കൊക്കെ പോകാൻ പറ്റാവുന്ന സാധ്യതകളുണ്ട്. നോട്ടിക്കൽ സയൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ ഒരു ശാഖ നമുക്ക് എറണാകുളത്തുണ്ട്. അപ്പൊ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇസ്ലാമികമായിട്ടുള്ള പഠനത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റാവുന്ന കോഴ്സുകളാണ് വാഫി, ഹുദവി എന്നൊക്കെ പറയുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഹുദവി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അത് 10ാം ക്ലാസ് അല്ല അതിന്റെ യോഗ്യത, 10ാം ക്ലാസിന്റെ മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. വാഫി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് മതം പഠിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക മേഖലയിൽ +2 ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു കോഴ്സാണ് അത്. ശരിക്കും വാഫി എന്ന് പറയുന്ന ഒരു കോഴ്സ് PG ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മതവും പഠിക്കാം, അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാം. അതിൽ വാഫി കോളേജുകളിൽ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളുള്ള കോളേജുകളുണ്ട്. സെൻട്രലൈസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് അതിന്റെ ഉണ്ടായിരിക്കുക. അതിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ അടുത്തന്നെ വരും. 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പെൺകുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വഫിയ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിനും വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി ഡൗട്ട്സ് ഇല്ലല്ലോ? അവസാനിപ്പിക്കല്ലേ? ഓക്കെ. അപ്പോ ഇത് നിർത്തുന്നതിന്റെ മുമ്പേ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഓർഗനൈസേഴ്സ് ഒരു ഫീഡ്ബാക്ക് ഫോം തരും. അപ്പൊ അതിൽ ചോദിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ ഉണ്ടോ? ആ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക. എന്തായിരുന്നു ഡൗട്ട്? എന്താണ്? സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. ഞാനൊരു നമ്പർ തരാം. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. 808-666-301 8086663001. ഇതുപോലെ പല ഏജൻസികളും നടത്തുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഏജൻസികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ SIET.org എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതില് ചോദിച്ച കാര്യം ഇതാണ്. ഞാൻ ജസ്റ്റ് ഈ ഫോമിന്റെ കാര്യം ഇതിവിടെ ഓർഗനൈസേഴ്സ് നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേര്, വയസ്സ്, പ്ലേസ്, കറന്റ് ക്വാളിഫിക്കേഷൻ SLC+2 എന്താണെങ്കിലും എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, ഇമെയിൽ ID എഴുതുക.
പിന്നെ ഇതിൽ സ്പീക്കർ എന്നുള്ളത് കൊടുത്തത് പ്രൊഫസർ അബ്ദുൽ മജീദ് ആണ്. ഞാൻ അബ്ദുൽ മജീദ് അല്ല, അബ്ദുൽ ലത്തീഫ് എന്നാണ് എന്റെ പേര്. ഇത് ആദ്യം ഉദ്ദേശിച്ചിട്ടുള്ള ആളാണ് ഈ അബ്ദുൽ മജീദ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, വാസ് ദ പ്രോഗ്രാം റെലവന്റ് യുവർ നീഡ്സ് ആൻഡ് യൂസ്ഫുൾ? നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ്. തീരെ ഉപകാരപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ ടിക്ക് ചെയ്യുക. കുറച്ചൊക്കെ ഉപകാരപ്പെട്ടു, സാധാരണ കുഴപ്പമില്ല എന്നുള്ള വർത്താനുണ്ടല്ലോ നമ്മുടെ മലയാളികളുടെ, അതാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ ഉപയോഗിക്കുക. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഒരു ക്വാളിറ്റി, ഒരു പൊട്ട പ്രോഗ്രാമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പൂവർ എന്നുള്ളതിൽ ടിക്ക് ചെയ്യാം. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഫെയർ, പിന്നെ ഗുഡ്, എക്സലന്റ് ആയി നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഡിഡ് യു റിസീവ് എനി ഹാൻഡ് ഔട്ട്സ് ഡ്യൂറിംഗ് ദ പ്രസന്റേഷൻ? ഞാൻ ഈ പ്രസന്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വല്ല ഹാൻഡ് ഔട്ടും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് തരാൻ വേണ്ടി സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ തരിക എന്നുള്ളത് പോസിബിളും അല്ല, കാരണം ഒരു 100-300 പേജെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലാണ് ഈ പ്രസന്റേഷന്റെ ഒരു ഹാൻഡ് ഔട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വളരെ ചെറിയൊരു സാധനം തന്നുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ ആ കോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാലാമത്, ഹൗ വുഡ് യു റേറ്റ് ദ സ്പീക്കേഴ്സ് നോളജ് ഓൺ ദ സബ്ജക്ട്? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്റെ നോളജ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഫീലിംഗിനനുസരിച്ച്, വളരെ ഇയാൾക്ക് വലിയ നോളജ് ഒന്നുമില്ല എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു തോന്നുകയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇടുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫെയർ, ഗുഡ്, എക്സലന്റ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ വുഡ് യു റേറ്റ് ദ വെന്യൂ ആൻഡ് ദ റിലേറ്റഡ് ഫെസിലിറ്റി? ഈ വെന്യൂ അതേപോലെ ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഹൗ വുഡ് യു റേറ്റ് ദ ഓവറോൾ പ്രോഗ്രാം? മൊത്തത്തിലൊരു പ്രോഗ്രാം കൃത്യസമയത്ത് തുടങ്ങിയോ? ഇതൊക്കെ ഇവർക്ക് കൊടുക്കേണ്ട ഒരു ഫീഡ്ബാക്ക് ആണ്, ശരിക്കും ഓപ്പൺ ആയിട്ട് പറയാണ്. അപ്പോൾ അത് പല കാരണം കൊണ്ടാണ്. കാരണം എന്താണ്, ഞാൻ വന്ന സമയത്ത് സംഘാടകർ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇവിടെ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ട്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട നമ്മളാരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 ആൾ വെച്ച് തുടങ്ങാന്നൊക്കെ പറഞ്ഞ പ്രയാസമാണല്ലേ. അപ്പോ അങ്ങനെ മൊത്തം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇടുക. അപ്പൊ അതിലൊക്കെ പൂവറിടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മളും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഏഴാമത്, വിൽ യു ബി ഇൻട്രസ്റ്റഡ് ടു ബി നോട്ടിഫൈഡ് ഓൺ സിമിലർ പ്രോഗ്രാംസ് ഇൻ ദ ഫ്യൂച്ചർ? ഇതേപോലത്തെ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിൽ എന്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി യെസ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഏത് പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വിൽ യു ബി ഇൻട്രസ്റ്റഡ് ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം ഇഫ് എ നോമിനൽ ഫീ വാസ്? അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഫീ വാസ് എന്നുള്ള 2 സബ്ജക്റ്റ് ആണ്, 2 വേർഡാണ്, ടു ബി ചാർജഡ്. ഇതുപോലെയുള്ളൊരു പ്രോഗ്രാം ഫീസൊക്കെ വാങ്ങിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ സാധ്യത ഉണ്ടെങ്കിൽ എസ്സിൽ ടിക്ക് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ശരിക്കും ഫീസ് വാങ്ങി നടത്തണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും. എന്നാലാണ് നമുക്ക് ഇതിനൊരു വർത്ത് ഫീലിംഗ് ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ? ഒരു 5 രൂപയെങ്കിലും അതൊരു ഫീ ആണല്ലോ, വലിയ പൈസ അല്ല ഞാൻ പറഞ്ഞത്. 9, ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദ പ്രോഗ്രാം? എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്? ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചത് കണ്ടു, അല്ലെങ്കിൽ ഇതിന് മുമ്പ് സംഘാടകർ ഏതെങ്കിലും തരത്തിൽ പത്രത്തിൽ ഔട്ട് ചെയ്തതോ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയൊക്കെ ആയിരിക്കാം. അത് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എനി അതർ വാല്യൂ കമന്റ്സ്? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാമത്തെ ആ ചോദ്യത്തിന്റെ താഴെ നിങ്ങളത് കമന്റ് ചെയ്യുക. ഇത് എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എന്റെ കോൺടാക്ട് നമ്പർ 94 97 30 31 32. 94 97 30 31 32 എന്നുള്ള നമ്പറിൽ വിളിക്കാം. വിളിക്കുന്ന സമയത്ത് മുഴുവൻ കരിയറിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഏകദേശം എല്ലാ ദിവസവും ഇതുപോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ ഫ്രീ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്റെ വാട്സപ്പ് അക്കൗണ്ടൊക്കെ കാണാം. ഞാൻ പക്ഷെ തീരെ ഉപയോഗിക്കാത്തൊരു സാധനമാണ്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അതിന് റിപ്ലൈ കിട്ടാൻ സാധ്യത ഇല്ല. കാരണം വാട്സപ്പിൽ ഞാൻ ആദ്യമൊക്കെ റിപ്ലൈ ചെയ്തിരുന്നു, പിന്നെ അത് മാത്രമായിട്ട് നമ്മൾ വേറെ 24 മണിക്കൂർ അതിനിരിക്കേണ്ടി വരും. അപ്പോൾ പ്രയാസമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾക്ക് ചോദിക്കാം. മെയിലിന് യാത്രയിലൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്, വാട്സപ്പ് ഉപയോഗിക്കാറില്ല. മെയിൽ lateef@live.in LATHEEF lateef@live.in. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഒന്ന് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ട്രെൻഡിന്റെ കീഴിലാണ് ശരിക്കും പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ trendinfo.org എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, trendinfo.org. അതിൽ ഇതുപോലെയുള്ള പ്രോഗ്രാംസിന്റെ ഒക്കെ അപ്ഡേഷൻ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വീക്ഷിക്കാം. ഇതുപോലെയുള്ള സ്റ്റുഡൻസ് ക്യാമ്പിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് നല്ല ഒരു കരിയർ ജീവിതം ആശംസിച്ച് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.